ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ രതി ദേവി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സരിത മാതാജി, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ പ്രഭു, കൃഷ്ണ. ഞാൻ ഒരു 5 o'clock ലീവ് ചെയ്യുവേ. ഒന്ന് പുറത്തു പോണായിരുന്നു പ്രഭു. അതെല്ലേ, ശരി. ഓക്കെ. അപ്പോൾ നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനമാണല്ലോ അല്ലെ. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് കുറച്ച് കൂടിയ ജ്ഞാനമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. കാര്യം ഒരുപാട് വലിയ വലിയ വിഷയങ്ങളെ പറ്റിയും നമുക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ അതില് ബ്രഹ്മദേവന്റെ ഒക്കെ ഒരു ആയുസ്സൊക്കെ നോക്കി തന്നെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായി പോയി അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ചെയ്ത് നമ്മള് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച ഭഗവാൻ അവതരിക്കുന്നതിന്റെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലെ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം കാലാകാലങ്ങളില് ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും ഞാൻ യുഗം തോറും അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പം ഭഗവാന് ഈ ദിവ്യമായ ജ്ഞാനം ഇങ്ങനെ പരമ്പരകളായിട്ട് നൽകിക്കൊണ്ടിരുന്നു. ആ പരമ്പര ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ദ്വാപരയുഗത്തിൽ അർജുനനായിക്കൊണ്ട് ഉപദേശിച്ചു എന്നും നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്നും ഭഗവാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അവതാരം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ദുഷ്കൃതികളെ ഇല്ലാതാക്കാനായിട്ട്. ഭഗവാന് ഗോലോകധാമത്തിലോ വൈകുണ്ഠധാമത്തിലോ ഒക്കെ ഇരുന്നാൽ മതി. ഭഗവാന്റെ സുദർശന ചക്രം അല്ലെങ്കിൽ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്വാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി ഈ ദുഷ്കൃതികളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ ഭഗവാൻ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ കൂടെ സമ്മേളിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭയങ്കരമായ ആഗ്രഹം, ലീലകളാടാനും അതുപോലെ തന്നെ ആ ഭഗവാൻ അവതരിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ പവിത്രമായത് പിന്നീട് പിൽക്കാലത്ത് അത് വളരെ വലിയ ഡാമുകളായിട്ട് അറിയപ്പെടുകയും അങ്ങനെ ഭക്തന്മാർക്ക്, അതായത് ഈ കലിയുഗത്തിലെ മറ്റുള്ള ദുഷ്കൃതികളിൽ നിന്നൊക്കെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ഭഗവാൻ അവതരിച്ച സ്ഥലവും ഭഗവാൻ ലീലകളാടിയ സ്ഥലങ്ങളൊക്കെ തന്നെ കാരണമാകുന്നുവെങ്കിൽ അത് അത്രയെങ്കിലും പ്യൂരിറ്റി കൊടുക്കും എന്നും ഒക്കെ ഓർത്തുകൊണ്ടാണ് ഭഗവാൻ അവതാരം എടുത്തത് ഭൂമിയിലേക്ക് അല്ലെ. ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഒരു പ്രേമമൊക്കെ വന്നു. കാര്യം ഭഗവാൻ ഓടിക്കളിച്ചിടുന്ന സ്ഥലം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ വരുന്നു. വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാവത്തിലാണെങ്കിൽ നമ്മള് എവിടെയൊക്കെ ചെന്ന മാതിരി നമുക്കൊരു തോന്നലുണ്ടാകുന്നു. എന്തൊക്കെയോ നമുക്ക് കിട്ടി, എന്തൊക്കെയോ ഇത്രയും നാളും നമ്മളിൽ ഇല്ലാതിരുന്ന എന്തൊക്കെയോ കൈ വന്നു ചേർന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു. ഇപ്പോഴും നമ്മൾ ആ വൃന്ദാവനത്തിൽ പോയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്തോ ഒരു വലിയ ഭാഗ്യമാണ് നമുക്കത് പോകാനായിട്ട് പറ്റിയതെന്ന് ഒരു തോന്നലുണ്ടാകും. നമ്മൾ ഏതോ ജന്മങ്ങൾ ചെയ്ത പുണ്യം കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റിയെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഓരോ ഭക്തന്മാരിലും ഇങ്ങനെ ഒരു വിചാരം ഉദിക്കണമെങ്കിലും അത് ഭഗവാൻ അവതരിച്ചേ പറ്റുള്ളൂ അല്ലെ. ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് അത് ചെയ്തെങ്കിൽ, ഒരു ദൃഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ സുദർശനം കൊണ്ടോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും ആ ഒരു പുണ്യം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ അവതരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഭക്തജനങ്ങളോട് കൂടിയുള്ള അസോസിയേഷൻ ഭഗവാൻ ആഗ്രഹിച്ചിട്ടാണ് അല്ലെ. അപ്പം ഭഗവാൻ അതിന്റെ ആ ഒരു ആസ്വാദനം കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയും ഭഗവാൻ വന്ന് അവതരിച്ച സ്ഥലം പവിത്രമാകുകയും ഭഗവാൻ നടന്ന ഓരോ വീഥികളും ഓരോ മണ്ണും അത്ര പവിത്രമാക്കി. ആ മണ്ണൊക്കെ നമ്മൾ പ്രസാദമായിട്ട് കൊണ്ടുവരും അല്ലെ. ഭഗവാൻ വിഴുങ്ങിയ മണ്ണ് ബ്രഹ്മാണ്ടഘട്ടിൽ നിന്ന്. അതുപോലെ രമൺരേത്തിയില്
ഭഗവാൻ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച മണ്ണ് അവിടെ എല്ലാം കിടന്ന് നമ്മൾ ഉരുണ്ടതാണല്ലേ. അപ്പൊ ആ മണ്ണൊക്കെ നമ്മൾ പ്രസാദമായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് തലവേദനയൊക്കെ ഭയങ്കരമായിട്ട് മുറുകി കൂടുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മണ്ണൊക്കെ, നമ്മൾ ആ ഒരു ഭഗവാൻ നടന്ന മണ്ണല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഒരു ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എടുത്ത് അത് ദേഹത്ത് സ്പർശിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം തോന്നുന്നു. ഇതൊക്കെ തന്നെ നമ്മളിൽ പരിവർത്തനം ഉണ്ടാകുന്നു അല്ലെ. നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ ആ ലീലകളൊക്കെ തന്നെ അതുപോലെ ഉള്ള ലീലകളാണ്, നമ്മളുടെ അന്ധകരണത്തെ പവിത്രമാകുന്ന ലീലകളാണ് ഇത് ഓരോന്നും തന്നെ. അപ്പം ആ ലീലകൾ ആടുക, ഭക്തജനങ്ങളെ സന്തോഷിപ്പിക്കുക, അവരെ അവരുടെ വലിയ ഇഷ്ടതകളിൽ നിന്നൊക്കെ വിമുക്തമാക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ആണ് നമ്മൾ ഇനി 9-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നത്. 9-ാമത്തെ ശ്ലോകം നമ്മൾ ഈ ഓരോ അതീന്ദ്രിയജ്ഞാനത്തിലെ ഓരോ ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ അത് ടോപ്പിക്ക് കുറച്ച് ഡൈവേർട്ട് ചെയ്യുന്നു. ചില ശ്ലോകങ്ങളിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുന്നു. ആ പരമ്പരകളെ പറ്റിയൊക്കെ പറഞ്ഞ് പരമ്പര ബ്രേക്ക് ആകും. അത് കഴിയുമ്പോൾ നമ്മൾ ഭഗവാൻ അവതരിക്കാനുള്ള ഉദ്ദേശം പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത 9-ാമത്തെ ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. അതായത് ഭഗവാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആധികാരികമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോ 7 വട്ടം കണ്ടതുപോലെ 7 വട്ടം ഞാൻ എല്ലാവരും പഠിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും പഠിച്ചോ? പഠിച്ചു. അതെ അല്ലേ. സുജന മാതാജി പഠിച്ചോ? ഭഗവത്ഗീതയ്ക്കകത്ത് ആകെ അറിയാൻ പറ്റുന്ന പദങ്ങളായിരുന്നു ഇത്. ഭഗവത്ഗീത എന്താണ്? ഈ 4 വരിയായിരുന്നു ഭഗവത്ഗീത എന്നും പറഞ്ഞാണ് ഒരു 10-15 വയസ്സ് വരെ ജീവിച്ചത്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഇതേ അറിയത്തുള്ളായിരുന്നു, ഈ 4 വരി. ഇതാണ് ഭഗവത്ഗീത. അങ്ങനെയാണ് എല്ലാവരും തന്നെ, എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. ഇത് തന്നെ 15 വയസ്സ് വരെ ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞില്ല, ഡിഗ്രിക്കൊക്കെ മലയാളം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഭഗവത്ഗീത എന്നൊരു പുസ്തകം ഉണ്ടെന്നും അത് ഇതാണ് കഥയെന്നും ഒക്കെ മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ പ്രഭു പറയുമ്പോഴാണ് ഭഗവത്ഗീത എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. ഈ 4 വരി അന്നും കാണാതെ അറിയാം, ഇന്നും അറിയാം. ബാക്കിയൊന്നും അങ്ങനെ അറിഞ്ഞിട്ടുമില്ല. ഭഗവത്ഗീതയിലെ ഗീതോപദേശം ഈ 4 വരി എന്നും പറഞ്ഞാണ് കുറെ കാലം നമ്മൾ ജീവിച്ചിരുന്നത്. കുറെ കാലം ഈ 4 വരി ഭഗവത്ഗീത. ഗീതോപദേശം എന്നാൽ എന്താണ് ഗീതോപദേശം എന്ന് വെച്ചാൽ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി. ഇത് 4 വരിയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. സംഭവാമി യുഗേ യുഗേ എന്നൊരു വാക്കാണ്. അതെ അതെ അതെ, അത് നമ്മുടെ സിനിമയ്ക്കകത്ത് വരെ, കോമഡി ക്കകത്ത് വരെ കാണാം. ജഗതി ശ്രീകുമാരൊക്കെ തന്നെ സംഭവാമി യുഗേ യുഗേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നല്ലേ. അതിപ്പം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു നോട്ടീസ് പോലെ അടിച്ചിറക്കി ഒട്ടിക്കുമായിരുന്നു എല്ലാവരും, സ്റ്റിക്കർ പോലെ. അപ്പൊ അതിന്റെ അത് ഗീതോപദേശത്തിന്റെ അതിന്റെ അകത്ത് സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞെല്ലാം നല്ലത്, വരാനിരിക്കുന്നത് നല്ലതിന് വേണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെയുള്ളവരൊക്കെ ഇനി അതൊന്ന് മാറ്റി വെക്കണം. നമ്മളിത് പഠിച്ച സ്ഥിതിക്ക് അങ്ങനെ അല്ല അത് അതിന്റെ അർത്ഥം എന്ന് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് കണ്ടു കഴിഞ്ഞു. അതുള്ളവരൊക്കെ ഇത് മാറ്റി വെക്കുക. കാര്യം അതല്ല അതിന്റെ അകത്ത് അർത്ഥം. ആരോ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. നമ്മളുടെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ ഒക്കെ തന്നെ പലരും ഒളിപ്പിച്ച് മറപ്പിച്ചു വെച്ചു. ചിലരത് മോഷ്ടിച്ചുകൊണ്ട് പലയിടത്തും പോയി. അതിന്റെ ശരിയായിട്ടുള്ള മൂലഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അകറ്റി. ഒരുപാട് മന്ത്രങ്ങളും അതുപോലെ തന്നെ ഔഷധങ്ങളും അതുപോലെ രത്നങ്ങളും അമൂല്യങ്ങളായിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എല്ലാം മോഷ്ടിച്ച് കട്ടെടുത്തുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു. എന്നാലും സനാതനധർമ്മം ഇപ്പോഴും നിലനിൽക്കുന്നത് വലിയ അതിശയം തന്നെയാണ് നിൽക്കുന്നത്. കാര്യം നമ്മള് സനാതനധർമ്മികളാണെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ധർമ്മത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. സനാതനം എന്നുള്ള പേരുള്ളത് കൊണ്ടും ആയിരിക്കാം. എന്നും നിലനിൽക്കുന്ന എന്നല്ലേ അല്ലെ, ഒരിക്കലും നശിക്കാത്ത. അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം അത് ഇപ്പോഴും നിൽക്കുന്നത്, ഭഗവാന്റെ കൃപ കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ആശ്വസിച്ച് മുന്നോട്ട് പോകാം.
അതുപോലെ മൂല്യച്യുതികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ നമ്മൾ ഈ ചൈതന്യ മഹാപ്രഭുവിനെ കേരളത്തിലുള്ള ഒരാൾക്ക് ഇപ്പോഴും അറിയത്തില്ല, വെളിച്ചം പോയിട്ടില്ല, ഇപ്പോഴും അറിയില്ല. അങ്ങനെ എന്താ പറഞ്ഞ, ഒരു വിശ്വസിക്കുന്നില്ല. അവിടെ പോയി കണ്ട് വന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളൊക്കെ നടന്ന വെറും 550 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ പറ്റി പോലും അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സ്ഥലത്ത് കൊണ്ടേ കാണിച്ചിട്ടും അവിടെ എല്ലാം പോയിട്ടും ഇതെല്ലാം കെട്ടുകഥകളാന്ന് പറഞ്ഞ ആൾക്കാര് ഉണ്ട്. കാര്യം ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മനഃപൂർവ്വം നീക്കം ചെയ്യപ്പെട്ടു, ഇപ്പോഴും ഇല്ല. ബാക്കിയുള്ള നോർത്തുകളിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞു പോകുന്നുണ്ട്: ചൈതന്യ മഹാപ്രഭു ഭക്തി പ്രസ്ഥാനത്തെ എന്താണ് പരിപോഷിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന്, ഒരു വിശിഷ്ട സന്യാസിയാണെന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നതൊക്കെയോ ടിപ്പു സുൽത്താന്റെ ഭരണപരിഷ്കാരങ്ങളും ബാബറുടെയും അക്ബറുടെയും, പിന്നെ എന്താണ് നമ്മളെ ഈ മുച്ചൂട് മുടിച്ച് കൊള്ളയടിച്ച് എന്താ പറഞ്ഞ സ്ത്രീകളെ എല്ലാം ബലാത്കാരം ചെയ്ത് നമ്മളുടെ രത്നങ്ങളും ആഭരണങ്ങളും സ്വത്തുകൾ വകകളും എല്ലാം അടിച്ചെടുത്തിട്ട് അങ്ങനെ ക്രൂരമായിട്ട് നമ്മൾക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരുടെ ഭരണപരിഷ്കാരങ്ങൾ, അവരുടെ സ്മാരകങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളെ പരിവർത്തനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ തന്ത്രപൂർവ്വം മറച്ചും വെച്ചു. അങ്ങനെ നമുക്കൊരു എന്താ പറയാ, നമ്മളെ ശരിക്കുള്ള യഥാർത്ഥ ജ്ഞാനം തന്നെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആരുടെയോ കൃപ കൊണ്ട് നമുക്കൊക്കെ എന്താണ് പറയുന്നത്, ഇപ്പൊ ഇത്രയും പേര്, ഈ 4 പേർക്കാണെങ്കിലും അവർക്കൊരു ഭാഗ്യമുണ്ടായി എന്ന് വേണം തന്നെ പറയാൻ. ഇന്നത്തെ ശ്ലോകം അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ജന്മകർമ്മ ച മേ ദിവ്യം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. ജന്മകർമ്മ ച മേ ദിവ്യം യോ വേത്തി ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ഹരേ കൃഷ്ണ. ദേവി മാതാജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീ ഭഗവത്ഗീത യഥാരൂപം അതീന്ദ്രജ്ഞാനം അധ്യായം 4 ശ്ലോകം 9. ജന്മകർമ്മ ച മേ ദിവ്യമേവം യോ വേത്തി തത്വത ത്വക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ഹരേ കൃഷ്ണ. കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ. ജന്മ കർമ്മ ച മേ ദിവ്യ ഏവം യോ വേത്തി തത്വതാ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഹരേ കൃഷ്ണ. കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ജന്മ കർമ്മ ച മേ ദിവ്യാമി ഏവം യോ വേത്തി തത്വദാ त्यक्त्वा देहं पुनर्जन्म नैति मामेति सो अर्जुन. हरे कृष्ण. സുജന മാതാജി. ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. അർജുന, ഹേ അർജുന, യാതൊരുവൻ മേ എന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മച കർമ്മത്തെയും തത്വതഃ ശരിയായി ഏവം ഇപ്രകാരം വേത്തി മനസ്സിലാക്കുന്നുവോ സ അവൻ ദേഹത്തെ തെക്ത്വ ത്യജിച്ചിട്ട് പുനർജന്മത്തെ ന ഏതി പ്രാപിക്കുന്നില്ല, മാം ഏതി എന്നെ പ്രാപിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. അല്ലേ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായ എന്റെ ലോകത്തിൽ എത്തുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എല്ലാവരും ഈ ശ്ലോകം അടിവരയിട്ട് വെച്ച് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകത്തിൽ പെട്ടതാണിത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് 108 ശ്ലോകങ്ങളോളം വളരെ പ്രധാനപ്പെട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു ശ്ലോകം തന്നെയാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മുമ്പേ നമ്മൾ പറഞ്ഞ വന്ന ടോപ്പിക്കിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അല്ലേ? അല്ലേ അർജുന, എന്റെ ജനനത്തിന്റെയും എന്റെ പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ. നമ്മളിപ്പോ അതാണല്ലോ വൃന്ദാവനത്തിലെ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എന്റെ ജനനത്തിന്റെയും, അതായത് ഭഗവാൻ അവതരിച്ച ആ ഒരു സമയം അല്ലെ? എന്തായിരുന്നു ഭഗവാൻ അവതരിച്ചത് ആ ഒരു സമയം? ചതുർഭുജ നാരായണ രൂപത്തിൽ ഭഗവാൻ രാത്രിയിൽ ആണ് അവതരിച്ചത് അല്ലെ? രാത്രി അർദ്ധരാത്രി 12 മണി സമയത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത് അല്ലെ? ഇപ്പോഴും നമ്മള് ആ ജന്മാഷ്ടമി സമയത്ത് രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞ് അവതാര സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ക്ഷേത്രങ്ങളിലുള്ളവരൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ ആ സമയത്തൊക്കെ പരിപാടികളൊക്കെ നടന്ന് നമ്മൾ ഉറങ്ങാതെയൊക്കെ ഇരിക്കാനായിട്ട് ഓരോ പരിപാടികളും ബാലയോ നാടകമോ ഒക്കെ കഴിഞ്ഞ് ഡാൻസും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉറിയടിയോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ആ അവതാര പൂജകളൊക്കെ രാത്രി 12 മണിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ മേടിച്ച് രാത്രി 12 മണിക്ക് ശേഷമാണ് ചിലര്, മിക്കവാറും ആൾക്കാരെന്താണ്, അന്ന് നിർജ്ജലം എടുക്കും. നിർജ്ജലം എടുത്തിട്ട് അതിനുശേഷം ഏകാദശി പ്രസാദം കഴിക്കാൻ നോക്കുക അല്ലെ? അപ്പൊ അത്രയും നേരം നമ്മള് ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അല്ലെ ജനനത്തിന്റെയും ഭഗവാന്റെ ജനനത്തെ പറ്റിയൊക്കെ ഭാഗവത ആചാര്യന്മാരൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കേട്ടിങ്ങനെ ഇരിക്കാൻ തോന്നും അല്ലെ? അത് എത്ര ദിവ്യമാണ്, എത്ര തവണ നമ്മൾ കേട്ടതാണ്. അത് എത്ര പേർക്ക് ബോറടിക്കുന്നുണ്ട് അത് വീണ്ടും കേട്ട് കഴിഞ്ഞാൽ കേൾക്കാതെ എണീറ്റ് പോകാനായിട്ട് തോന്നുന്നുണ്ട്. വളരെ അത്ര കഠിന ഹൃദയരല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ അത് വീണ്ടും കേട്ടിരിക്കും. ഓരോരോ വ്യത്യസ്തങ്ങളായ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ശ്രുതി മധുരമായിട്ട് തോന്നും അല്ലെ? അതായത് ഒന്നുകൂടെ കൂടി ഇദ്ദേഹത്തിനേക്കാളും നല്ല വേറൊരു വ്യക്തി വന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ നന്നായിട്ട് അത് അനുഭവവേദ്യമാകുമെന്ന് നമുക്ക് തോന്നും. ഓരോ വ്യക്തികൾ മാറി മാറി വന്ന് പറയും, അത് ഓരോ രീതിയിൽ പറയുമ്പോഴും എത്ര മധുരമാണ്. ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ജനിക്കേണ്ട ആവശ്യമുണ്ട്? ഭഗവാന് ജനനവും മരണവും ഒക്കെ ഉണ്ടോ ശരിക്കും? ഇവിടെ ഭഗവാന്റെ ജനനത്തിന്റെ കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ? ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും. ഭഗവാന് ശരിക്കും ജനനമുണ്ടോ? ജനനവും ഭഗവാൻ ഒരിക്കലും മരണവും ഇല്ല. ജനനവും മരണവും ജനനവും മരണവും ഇല്ല അല്ലെ? എന്താണ് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് തോന്നുമ്പോൾ ജനനവും മരണവും ഉണ്ടായിട്ട് തോന്നും അല്ലെ? ഭഗവാന്റെ അച്ഛനും അമ്മയും ദേവകിയും വസുദേവരും അല്ലെങ്കിൽ നന്ദഗോപുരം യശോധരം ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാനാണ് ആദി പുരുഷൻ അല്ലെ? അദ്വൈതം അച്യുതം അനാദിം അനന്ത രൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാൻ എന്തിനാ? അദ്വൈതനാണ്, രണ്ടല്ല ഒന്നേ ഉള്ളൂ. അച്യുതനാണ്, എന്താണ്, ഒരിക്കലും വീഴ്ച സംഭവിക്കാത്ത ആളാണ്. നമുക്കൊക്കെ എപ്പോഴും വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഏത് സമയം എഴുതും വീഴ്ചകളേ ഉള്ളൂ. നല്ല കാര്യങ്ങളൊന്നും തന്നെ കാണാനിട്ടില്ല. ഭൗതിക പ്രകൃതിയായിട്ടുള്ള ഈ അസോസിയേഷൻ കാരണം നമുക്ക് പറ്റുന്നതൊക്കെ തന്നെ വീഴ്ചകളാണ് അല്ലെ? സംഭവിച്ചു കഴിഞ്ഞു, ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്താണ് ഇങ്ങനെ ഈ ദുരിതങ്ങൾ ഇഷ്ടപ്പാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? മനസ്സിന് എന്താണ് സമാധാനം കിട്ടാത്ത എന്ന് നമ്മൾ ആലോചിക്കും അല്ലെ? അദ്വൈതം അച്യുതം അനാദിം അനന്ത രൂപം. അനാദി, ഒരിക്കലും എന്താണ് ആദിയില്ല, തുടക്കമില്ല. അനന്തരൂപമാണ്, എന്നാൽ അവസാനമുണ്ടോ? അതുമില്ല. അനാദി അനന്ത രൂപം അല്ലെ ഭഗവാൻ. നമുക്ക് ഭഗവാന്റെ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ തുടക്കമില്ല, എന്നാൽ അതിനൊട്ട് അവസാനവും ഇല്ല. അതേപോലെ അനാദി അനന്ത രൂപം, ആദ്യം പുരാണ പുരുഷം, ഏറ്റവും ആദ്യത്തെ പുരാണ പുരുഷൻ. എല്ലാ ദേവീദേവന്മാരുടെയും നമ്മളുടെ എല്ലാ പിതൃക്കന്മാരുടെയും എല്ലാം എന്താണ് അച്ഛനും അമ്മയായതും ഭഗവാനാണ് അല്ലെ? ആദ്യം പുരാണ പുരുഷൻ. എന്നിരുന്നാലും അദ്ദേഹത്തിനൊട്ട് പ്രായമാകുന്നുണ്ടോ? ഇല്ല. ആദ്യം പുരാണ പുരുഷൻ നവയൗവനം ച, എപ്പോഴും എന്താണ് 16 വയസ്സുള്ള ഒരാളുടെ സൗന്ദര്യത്തോടു കൂടി നവയൗവനയുക്തനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അല്ലെ? വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഈ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ എത്ര ഘോരഘോരം പറഞ്ഞിട്ടും അവർക്കൊന്നും ഭഗവാനെ പറ്റി പറഞ്ഞു തീർക്കാണ്ട് പറ്റുന്നില്ല. അവർക്കൊന്നും എത്തുന്നില്ല, അവരുടെ പരിധികളിലൊന്നും നിൽക്കുന്നില്ല. വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ, അതിനകത്തൊക്കെ അദുർലഭമാണ്. പക്ഷേ ആത്മഭക്തർക്ക് എന്താണ്? വളരെയധികം എളുപ്പമാണ്. വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അദുർലഭമാണ്. പക്ഷെ ആത്മഭക്തർക്ക്, ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ട് നടക്കുന്നവർക്ക്
അതുല്ലഭം ആത്മഭക്തോ ഗോവിന്ദം ആദിപുരുഷൻ തമാം ഭജാമി. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകും ഗോവിന്ദനാണ് ആദിപുരുഷൻ എന്ന്, അല്ലെ? അതുർലഭം ആത്മഭക്തോ. പക്ഷെ ആത്മഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. അവർക്ക് മാത്രമേ, ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ട് നടക്കുന്ന ആത്മഭക്തർക്ക് മാത്രമേ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകും ആദിപുരുഷൻ ആരാണ്, ഗോവിന്ദൻ തന്നെയാണെന്ന്, വേറൊരാളും അല്ല എന്ന് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകും. അപ്പം എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും, അപ്പം ജനനമോ മരണമോ ഭഗവാൻ ഇല്ല, ജന്മരഹിതനാണ്, അല്ലെ? അതുപോലെ തന്നെ ഒരിക്കലും നാശമില്ലാത്തവനാണ്, അച്യുതനാണ്, അല്ലെ? ഒരിക്കലും ചുതിയോ വീഴ്ചയോ ഒന്നും സംഭവിക്കാത്ത വ്യക്തിയാണ്, അല്ലെ? അപരാജിതനാണ്, ഒരാൾക്കും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കാത്ത ആ ഭഗവാനെ തന്നെ പരാജയപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ട്. അതാരാണ്? ഭഗവാന്റെ ആത്മഭക്തർ മാത്രമാണ് ഭഗവാനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്. ആ ഭക്തന്മാരുടെ മുൻപിൽ ഭഗവാൻ എന്താണ്? സ്വയം പരാജിതനായിട്ട് ഭഗവാൻ അങ്ങ് നിന്ന് കൊടുക്കുവാണ്, അല്ലെ? ബന്ധിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്ന് കൊടുക്കുവാണ്, അല്ലെ? ഉദരങ്ങളെല്ലാം ചുരുക്കി ഭഗവാൻ അവരെ ബന്ധിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നു, അല്ലെ? അവർക്ക് കീഴടങ്ങി കൊടുക്കുന്നു. വെണ്ണ മോഷ്ടിച്ചു കഴിയുമ്പോഴത്തെ എന്ത് ചെയ്യുന്നു? ആ ഭഗവാൻ ഇങ്ങനെ പിടികൊടുക്കാക്കുന്നിടത്ത് പിന്നെ അങ്ങ് പിടികൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭഗവാൻ അവരുടെ ഹൃദയം കൂടി അങ്ങ് കവർന്നെടുത്തുകൊണ്ട് പോകുന്നു, അല്ലെ? അതാണ് ആ ഭഗവാൻ പിടികൊടുത്ത് ഒരാൾക്ക് സറണ്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താണ് പറയുന്നത്? ഭഗവാൻ നമ്മളിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭഗവാനെ തേടി എത്തുന്നതിനെ രസം എന്ന് പറയുന്നു. നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് ഭഗവാനെ തേടി നമ്മൾ ഭഗവാനെ കണ്ടെത്തി എന്ന് തന്നെ വിചാരിക്കട്ടെ, അതിനെ രസം എന്ന് പറയുന്നു. പക്ഷെ ഭഗവാൻ നമ്മളെ തേടി നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിനെ രാസം എന്ന് പറയും. രാസലീല എന്ന് പറഞ്ഞില്ലേ? ഭഗവാൻ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കും രാസലീല അനുഭവിക്കുകയാണ്, അല്ലെ? രാസലീല, അതിനെയാണ് രാസലീല എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് നടന്ന് ഭഗവാനെ നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ ഭഗവാൻ വന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് രസമാണ്. പക്ഷെ ഭഗവാൻ നമ്മളെ തേടി നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് രാസമായി മാറി. അപ്പോൾ നമുക്ക് രാസലീല എന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. ഭഗവാൻ നമ്മളെ തേടി, അതാണ് ഗോപികമാരുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ രാസലീലയാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ എന്റെ അതീന്ദ്രിയ സ്വഭാവം, അപ്പൊ എന്റെ പ്രവൃത്തികൾ, ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ, എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്തത്? നമുക്കറിയാം, ഒരു 125 വർഷത്തെ കാര്യം വരെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. യുദ്ധകാലമൊക്കെ, മഹാഭാരത യുദ്ധവും അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കൂടി ഗാന്ധാരിയുടെ ശാപമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ അവിടെ ജീവിച്ചിരുന്നു, അല്ലെ? അതിനുശേഷം ആ വേടന്റെ അമ്പ ചെയ്തിട്ട് ഭഗവാൻ ഇവിടെ നിന്ന് സ്വർഗാരോഹണമൊക്കെ ചെയ്തു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്രയും സമയം ജീവിച്ചിരുന്നപ്പോൾ ഭഗവാന്റെ ആ അതീന്ദ്രിയ സ്വഭാവം, ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ആർക്കും വിസ്മരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഒരാൾക്കും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെ? നമുക്ക് ഭഗവാൻ എല്ലാവർക്കും അവസരങ്ങളും കൊടുത്തിരുന്നു. ശിശുപാലനൊക്കെ തന്നെ എത്ര അവസരങ്ങൾ കൊടുത്തു? ഭഗവാന് 100 പ്രാവശ്യം ചീത്ത പറയാനുള്ള അവസരം കൊടുത്തല്ലേ? 100ാമത്തെ പ്രാവശ്യം, കാര്യം ഭഗവാൻ ശിശുപാലന അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, അല്ലെ? 100 പ്രാവശ്യം വരെ ഞാൻ ക്ഷമിക്കും, അതിനുശേഷം ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു, അല്ലെ? ജനിച്ചപ്പോൾ തന്നെ അറിയായിരുന്നു, ആരെ കാണുമ്പോൾ ഇവൻ സംസാരിക്കുന്നോ അവൻ തന്നെ ഇവന്റെ ഘാതകനാവുമെന്ന് അവിടെ എഴുതി കുറിച്ചാണ്, അവന്റെ തലക്കുറി എഴുതി വെച്ചതാണ്, അല്ലെ? അപ്പം ആർക്കും മനസ്സിലായി? അമ്മയ്ക്ക് മനസ്സിലായി, ശിശുപാലന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം തന്നെയാണ് ഇവന്റെ ഘാതകൻ എന്നും മനസ്സിലായി. അപ്പൊ ആ ഘാതകന്റെ അടുക്ക ചെന്ന് തന്നെ അഭ്യർത്ഥിക്കുകയാണ്, എന്റെ മോനെ അവിടെ ക്ഷമിക്കണം, എന്റെ മോനെ വധിക്കരുത് അങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ എന്നെ 100 പ്രാവശ്യം എന്നെ പറ്റി മോശമായിട്ട് പറയാൻ അനുവദിക്കും, അതിൽ കൂടുതൽ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു വാക്ക് കൊടുത്തു. പക്ഷെ 100 പ്രാവശ്യം പറഞ്ഞ് ഭഗവാൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? ആ സദസ്സിൽ വെച്ചിട്ട് അങ്ങനെ ചീത്തകൾ പറഞ്ഞു. കാര്യം ശിശുപാലൻ കെട്ടാനിരുന്ന ആളാണ് രുക്മിണി. രുക്മിണിയാണ് ഭഗവാൻ അപഹരിച്ചുകൊണ്ട് പോയത്, അല്ലെ? അപ്പത്തേനും എന്തുമാത്രം വൈരാഗ്യം ഭഗവാനോടുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞ് അവസാനം സുദർശനം വന്ന് എന്ത് ചെയ്തു? ശിശുപാലന്റെ തല തന്നെ അങ്ങ് എടുത്തു. അപ്പൊ എന്താണ്? അങ്ങനെ ഭഗവാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അതീന്ദ്രിയങ്ങളാണ്, അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ബ്രജയിൽ ചെയ്ത ലീലകളാകട്ടെ,
ബ്രഹ്മവിമോഹന ലീല, അതുപോലെ തന്നെ ഗോവർദ്ധന ലീല. ഗോവർദ്ധന ലീലയുടെ ഒരു പ്രത്യേകത എന്താണ്? ഗോവർദ്ധന ലീല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും ആ ഇന്ദ്രൻ വന്ന് മഴ പെയ്ച്ചു, ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ ആ ലീല നടത്തിയത്. പക്ഷെ ശരിക്കും ഇന്ദ്രന്റെ അഹങ്കാരം ഭഗവാൻ ശമിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് കാണിച്ചു തരുന്നു. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പം പൗരാണികമായിട്ട് പല ആ, അന്ധവിശ്വാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഇന്ദ്രന് കൊടുത്താൽ മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷെ ഇന്ദ്രനൊക്കെ ഒരു സെർവന്റ് ആണ് എന്നുള്ളൊരു തത്വം ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. അതായത് അവരൊക്കെ ഭഗവാന്റെ സേവകർ മാത്രമാണ്. ഭഗവാന് സംതൃപ്തരായി കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങൾ സംതൃപ്തരാകുന്ന ഒരു തത്വമൊക്കെ ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തെങ്കിലും അതൊന്നും അല്ലായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. ഈ 7 ദിവസം ഭഗവാൻ അവിടെ ഈ ഗോവർദ്ധന ഉയർത്തി അവിടെ നിന്നു അല്ലെ. ഗോവർദ്ധന ഉയർത്തി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്താണ് പ്രധാനപ്പെട്ട ഉദ്ദേശം? ആ അത്രയും നാളായിട്ട് രാധാറാണി അടക്കം ആ ഗോപികമാരടക്കം എല്ലാവരും ഭഗവാൻ എപ്പോഴാ കാണുന്നത്? ഭഗവാൻ രാവിലെ പശുക്കളെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോ അവര് ഈ ഗോപികമാർക്ക് ഉൾവനങ്ങളിലേക്കൊന്നും പോകാനായിട്ട് അനുവാദം ഇല്ല സ്ത്രീകൾക്ക്, അല്ലെ. അവരെല്ലാവരും കൃത്യസമയം, അന്ന് വാച്ചില്ല അല്ലെ, നിഴലിലൊക്കെ നോക്കിയാണ് അല്ലെ ഭഗവാൻ വരാറായി. അല്ലെങ്കിൽ ആ കാലിലെ ആ കനകച്ചിലയുടെ ശബ്ദം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ പുല്ലാങ്കുഴിയിൽ, അല്ലെങ്കിൽ പശുക്കളെ ഇങ്ങനെ ഹോയ് ഹോയ് എന്ന് പറഞ്ഞ് പശുക്കളെയൊക്കെ ഇങ്ങനെ ആ ആ അത് എന്താ പറയുന്നത്, ഇങ്ങനെ മേയ്ക്കുമ്പോ വടി വെച്ച് ഇങ്ങനെ തട്ടിവിടത്തില്ലേ പശുക്കൂട്ടങ്ങളെ. അപ്പൊ ആ ശബ്ദം ഇതൊക്കെ കേൾക്കാനായിട്ട് അവരിങ്ങനെ കാതിന്റെ കുളിർമയായിട്ട് നോക്കി നിൽക്കുക. ദൂരേന്ന് ഭഗവാനെ കാണുമ്പോഴത്തേക്കും അവരെല്ലാം ഓടി അവിടെ വന്ന് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ആ പോകുന്ന വഴിയിൽ ഭഗവാന്റെ ഒരു കടാക്ഷം കിട്ടാനായിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി. പിന്നെ തിരിച്ചു വരുമ്പോഴും അതേപോലെ വന്ന് പിന്നെ എങ്ങനെയാന്ന് പറയുക, സമയം എണ്ണി നീക്കുകയാണ്. സമയം പോകുന്നില്ലല്ലോ. ഈ സമയം, ഈ ബ്രഹ്മദേവന്റെ സൃഷ്ടി എത്ര മോശമാണല്ലേ. ഈ 24 മണിക്കൂർ, അതിലെ ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ എത്ര ദൈർഘ്യമാണല്ലേ. ഭഗവാനാ വരുന്നത് ഇങ്ങനെ നോക്കി നിന്ന് കൺകുളിരെ കണ്ടു. അങ്ങ് പോകുന്നത് അങ്ങ് എന്താണ് കണ്ണ് മായുന്നിടം വരെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഈ പശുക്കളെ മേയിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്തും അവരിങ്ങനെ ദൂരേന്ന് ഭഗവാന്റെ ദൃഷ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേ സമയം വന്ന് നിൽക്കുകയാണ് അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാനെ നയന സംജ്ഞയോടുകൂടി യാത്രയാക്കുക. അപ്പൊ അവരൊക്കെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ്, എനിക്ക് ഈ ഉണ്ണിയെ എപ്പോഴും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥന. 24 hours കണ്ണിമ വെട്ടാതെ കാണണേ എന്നുള്ള പ്രാർത്ഥന എല്ലാ ഗോപികമാരിലും ഉണ്ടായിരുന്നു. രാധാറാണിക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ല. വല്ലപ്പോഴും ഒന്ന് കാണുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഭഗവാൻ എന്ത് ചെയ്തു? ഇന്ദ്രനെ കൊണ്ടൊരു അഹങ്കാരം ഉണ്ടാക്കിച്ചു ഇന്ദ്രന്, അല്ലെ. ഇന്ദ്രനെ കൊണ്ടൊരു അഹങ്കാരം ഭഗവാൻ തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അല്ലാതെ ഇന്ദ്രൻ ഓട്ടോമാറ്റിക്കലി ഒരു അഹങ്കാരം ഉണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഇന്ദ്രന്റെ മാമൂല്യം ഒക്കെ അവിടെ വെച്ചിട്ട് ഭഗവാൻ സ്റ്റോപ്പ് ചെയ്തു എങ്കിലും ഇന്ദ്രൻ അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടാകില്ല. ഇന്ദ്രന് അത്രയും ജലസംഭരണിയിൽ നിന്ന് വരുത്തിയ വെള്ളത്തിന് സ്റ്റോക്ക് തീരുന്നിടം വരെ ഇന്ദ്രൻ ആ മഴ പെയ്ച്ചുകൊണ്ടിരുന്നു അല്ലെ. സ്റ്റോക്ക് തീർത്തപ്പോഴത്തേനും ഇന്ദ്രൻ നിന്ന് തോറ്റു അല്ലെ. വേണമെങ്കിൽ ഭഗവാന് കുറച്ച് കൂടുതൽ വെള്ളം കൊടുക്കാമായിരുന്നു. ഭഗവാൻ ആ 7 ദിവസം കൊണ്ട് അത് ആ ലീല നിർത്താനാണ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ 7 ദിവസം ഭഗവാനെ കണ്ടുകൊണ്ട് അവർ കണ്ണിമ വെട്ടാതെ, ഒരാളും ഒരുപോലെ കണ്ണടയ്ക്കാതെ 24/7 അവിടെ നിന്ന് ഭഗവാനെ നയന സംജ്ഞയാല് ഭഗവാന്റെ ആ രസം മുഴുവൻ കുടിച്ചു തീർക്കുകയായിരുന്നു അവരല്ലേ. ആ കണ്ണുകൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കുടിക്കുക. ഇതാണ് ആ ഗോപികമാരും അവരിൽ. അപ്പൊ അവർക്കെല്ലാവർക്കും ഭഗവാൻ ആ ഒരു ഭാഗ്യം കൊടുത്തു. ആ ഗോവർദ്ധന ലീലയുടെ ആ ഒരു മഹാത്മ്യം അതാണ്. നമ്മളിപ്പം ഗിരിധർ ഗോപാൽ എല്ലാവരും പലരും അവിടെ ഇപ്പോഴും നമുക്ക് മീരാഭായി അടക്കമുള്ള ഭക്തജനങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹം ആരാണ്? ഗിരിധർ ഗോപാൽ. നമുക്കറിയാം, മിക്കവാറും നമ്മൾ ഈ ഹിന്ദി ലെക്ചർ ഒക്കെ ഇടുന്ന ഗിരിധർ ഗോപാൽ കി ജയ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത് അല്ലെ. ഗിരിധർ ഗോപാലാണ് അവരുടെയൊക്കെ ഡയറ്റി മൂർത്തി. അപ്പൊ തന്നെ ആ ഒരു മൂർത്തിയെ അപ്പൊ അവരെല്ലാവരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഗിരിധർ ഗോപാൽ. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഈ മീരാബായി ആരായിരുന്നു? ഇതേ ഗിരിധർ ഗോപാലിനെ കാണാനായിട്ട് കോകില സഖി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ.
ആ കോകിലസഖി എന്തായിരുന്നു, എല്ലാവരും അതിനെ പറഞ്ഞ് പേടിപ്പിച്ച് വ്രജയിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ഒരു എന്താണ് ഒരു ഭയങ്കര ഒരു കള്ളക്കണ്ണനുണ്ട് ഇവിടെ. എന്താണ് ഭയങ്കര വിളച്ചിൽ പിടിച്ചവനാണ്. അവൻ എന്ത് ചെയ്യും, അവൻ ഈ സ്ത്രീകളെയൊക്കെ അവന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ വളരെ മോശമാണ്, മോഷ്ടാവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അന്യ വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ടുവരാണ്. ഭഗവാന്റെ ഒരു സുഹൃത്തുമാണ് കല്യാണം കഴിച്ചുകൊണ്ട് ഒരു ഗോപപാലനാണ് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതിനെ വളരെയധികം മറ്റുള്ള ഗ്രാമക്കാർ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതെന്ത് ചെയ്തു, ഭഗവാൻ പലതവണ കാണാൻ ശ്രമിച്ചപ്പോഴും അതൊക്കെ തല ഇട്ട് മൂടുപട ഇട്ട് മൂടി വെച്ചു. ഭഗവാൻ പല സമയത്ത് പറഞ്ഞു, ഇനി എന്നെ കാണാൻ വേണ്ടിയിട്ട് നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്നൊക്കെ പലതവണ അങ്ങോട്ടേക്ക് പറഞ്ഞു. നിനക്ക് ഇനി എന്നെ കാണണമെന്ന് വിചാരിച്ചാലും നിനക്ക് കാണാനായിട്ട് സാധ്യമല്ല. നീ നീ ദയവായിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കൂ, നീ നിന്റെ മൂടുപടം മാറ്റൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പലതവണ പറഞ്ഞാണ്, പല സന്ദർഭങ്ങളും കൊടുത്തു. പക്ഷെ അപ്പോഴൊക്കെ ഈ ഈ ഈ ഇവൾക്ക് ഈ കോകിലയ്ക്ക് കോകില സഖിക്ക് പേടിയായി. ഭഗവാന് ദൃഷ്ടി കൊടുത്തില്ല. കാര്യം ഭഗവാനെ പറ്റി കേട്ടത്. അതുകൊണ്ടാണ് നമ്മൾ കേട്ട കാര്യങ്ങള് ആണ് നമ്മൾ പ്രമാണം ആയിട്ട് വെച്ചിട്ടല്ലേ നമ്മൾ പ്രമാണമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ അങ്ങനെ വിഭ്രാന്തിയുമുണ്ട്. ഇവർക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടില്ല. അങ്ങനെ ഗോവർദ്ധനം ഉയർത്തി ഭഗവാൻ നിൽക്കുകയാണ് അല്ലെ. ഇപ്പൊ ഈ 7 ദിവസവും ഭഗവാൻ അവർക്ക് ദൃഷ്ടി കൊടുത്തില്ല. ഈ 7 ദിവസം ഇതാരാണ്? അപ്പൊ അതുവരെ കള്ളൻ എന്നുള്ള രീതിയിൽ, അതായത് ഭർത്താവിന്റെ കൂടെ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ വന്നപ്പോഴും പലതവണ ഭർത്താവ് അടക്കം പറഞ്ഞിട്ടും കൂടി ദൃഷ്ടി കൊടുക്കാതെ നിന്നിട്ട് ഈ സമയത്ത് ഇതാരാണ് ഇത് ഉയർത്തിയിരിക്കുന്നത്, ഗോവർദ്ധനം ഉയർത്തിയിരിക്കുന്ന ആരാണെന്നൊന്ന് കാണാനായിട്ട് ആ ഗോവർദ്ധനത്തിന് താഴ്വരയിൽ നിന്നിരുന്ന കോകിലസഖി ആവുന്ന ശ്രമിച്ചു. അവർക്ക് പറ്റിയില്ല. ഭഗവാൻ അവർക്ക് ദൃഷ്ടി കൊടുത്തില്ല. അപ്പൊ ഇവര് കാണാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും അവിടെ ഒരാൾ വന്നിരിക്കും. ഇങ്ങോട്ട് മാറുമ്പോൾ അവിടെ വേറൊരാൾ വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതുവഴി വട്ടം തിരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും ഇതാരാണെന്ന് അറിയണ്ടേ. ഭഗവാൻ ദൃഷ്ടി കൊടുത്തില്ല. അങ്ങനെ ദൃഷ്ടി കൊടുക്കാതെ ആ ഗിരിധർ ഗോപാലിന്റെ രൂപം ആലോചിച്ചിട്ട് അവരുടെ മരണം സംഭവിച്ചു. ഗിരിധർ ഗോപാൽ, എനിക്ക് ആ ഗിരിധർ ഗോപാലിനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി ജീവൻ വെടിഞ്ഞ് ആരായിട്ട് ജനിച്ചു? മീരാഭായി ആയിട്ട് ജനിച്ചു. അങ്ങനെ മീരാഭായിയുടെ ജന്മം മുഴുവൻ ആ ഗിരിധർ ഗോപാലിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു അല്ലെ. അങ്ങനെ ഓടി വൃന്ദാവനത്തിൽ വന്നു, ജയ്പൂര്, അങ്ങനെയൊക്കെയുള്ള എത്രമാത്രം യാതനകൾ സഹിച്ചു, എത്രമാത്രം വീട്ടിൽ ഭർത്താവ് അല്ലെങ്കിൽ അമ്മായിയമ്മ അങ്ങനെ ഉള്ള ബന്ധുക്കളൊക്കെ ഒരുപാട് വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി, പാമ്പിനെ വിട്ട് കൊല്ലാൻ നോക്കി. അതുപോലെ യാതനകൾ സഹിച്ച് അതിന്റെ എല്ലാം ഒടുവില് മീരാഭായി ഗിരിധർ ഗോപാലിന്റെ ഡയറ്റിയിലേക്ക് മീരാഭായി വിലയം പ്രാപിച്ചു അല്ലെ. മീരാഭായി വിലയം പ്രാപിച്ചു. മീരാഭായിയുടെ ഇപ്പോഴും ആ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു, അതോ ഗുജറാത്തിലാണെന്ന് അറിയത്തില്ല, ഒരു ക്ഷേത്രത്തിൽ, ഗിരിധർ ഗോപാൽ ക്ഷേത്രത്തില് മീരാഭായി വിലയം പ്രാപിച്ചു. മീരാഭായിയുടെ ഡ്രസ്സ് ആ വിഗ്രഹത്തില് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. മീരാഭായിയുടെ ഭൗതിക ശരീരം ഇല്ല. അങ്ങനെയാണ് സംഭവിച്ചത് അല്ലെ. അപ്പൊ അത്രയും വലിയ ഭക്തരെ ഒക്കെ പുനർജന്മവും എടുത്തു അല്ലെ. അപ്പൊ അതാണ് മനസ്സിലാക്കുക നമ്മൾ ഭഗവാന്റെ ആ ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഭഗവാന്റെ ഈ ലീലകളുടെ ഒക്കെ അതീന്ദ്രിയ സ്വഭാവം, നമ്മൾ ഈ പുറമേ കാണുന്ന ആ ഒരു ഇതല്ല, അതിന്റെയൊക്കെ അതീന്ദ്രിയ സ്വഭാവമുണ്ട് ഇതിനെല്ലാം. അപ്പൊ ഭഗവാൻ എന്തിനാണ് ഈ ലീല എടുത്തത് നമ്മൾ മനസ്സിലായില്ലേ. ഇന്ദ്രൻ എങ്ങനെ അഹങ്കാരം ഉണ്ടായെന്ന് ഞാനിപ്പോ പറഞ്ഞു, ഗോവർദ്ധന ലീല അല്ലെ. ഇതിന്റെ അതീന്ദ്രിയ സ്വഭാവം നമ്മൾ ഗ്രഹിക്കണം അല്ലെ. അത് വെറുതെ ഇങ്ങനെ ഒരു കഥയായിട്ടല്ല നമ്മൾ ഗ്രഹിക്കേണ്ടത്. അതിന്റെ അതീന്ദ്രിയത്വം ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണശേഷം ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ജനിക്കേണ്ട വെരി ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. ഇത് ഭഗവാൻ തരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനൊരു വ്യത്യാസവും ഇല്ല. അവരെന്റെ ശാശ്വതമായ ലോകത്തിൽ എത്തുന്നു. അപ്പോൾ എന്റെ ലോകം എങ്ങനത്തെയാണെന്ന് ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി. എന്റെ ലോകം ശാശ്വതമാണ്. മദ്ധാമ പരമം മമ, എന്റെ ധാമം പരമമാണ്, സുപ്രീമാണ്, ഏറ്റവും ഉയർന്നതാണ്, അത് ശാശ്വതമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് എന്നൊക്കെയുള്ള ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഭഗവാൻ തരികയാണ് അല്ലെ. അപ്പൊ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നശിച്ചു പോകുന്നു, പക്ഷെ എന്റെ ധാമം മാത്രം പരമമാണ്, ഏറ്റവും ഉയർന്നതാണ്, ഏറ്റവും സുപ്രീമാണ്, ഏറ്റവും മഹത്തരമാണ്. അതുപോലെ തന്നെ ഒരിക്കലും അത് നശിക്കുന്നുമില്ല. മറ്റുള്ള എല്ലാം നശിച്ചു കഴിഞ്ഞാലും
എന്റെ ധാമം മാത്രം എപ്പോഴും ശാശ്വതമാണ്. മദ്ധാമ പരമം മമ. അവരെന്റെ ശാശ്വതമായ എന്റെ ലോകത്തിൽ എത്തുന്നു. അപ്പം നമ്മള് എന്താണ് ക്ലിയർ ആയിട്ട് പ്രമാണം പറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. ഒരു വ്യത്യാസവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ ലീലകൾ നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ കേട്ട് ഒരു ചെവി കൂടെ കേട്ടിട്ട് ഇങ്ങനെ പോയാൽ പോരാ. അതിന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കിയ ലീല എന്തിനായിട്ടാണ് ഭഗവാൻ ആടിയത്, എന്നിട്ട് ആ ലീലയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വികാരത്തെയാണ് രാസം എന്ന് പറയുന്നത്. ആ ലീലകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാറ്റത്തെ ആണ് രാസം. അങ്ങനെയാണ് രാസലീല എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാവാർത്ഥം നമുക്ക് കുറച്ച് വലിയ ഭാവാർത്ഥമാണ്, രണ്ടു പേർക്കായിട്ട് വായിക്കാം. അത് രതി മാതാജി ആദ്യത്തെ പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥം. ഭഗവാൻ ശാശ്വതമായ തന്റെ ധാമത്തിൽ നിന്ന് ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത് എങ്ങനെയെന്ന് 6-ാം ശ്ലോകം വിവരിച്ചു കഴിഞ്ഞു. പരംപുരുഷന്റെ പ്രത്യക്ഷഭാവത്തെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചവർ ഭൗതിക ബന്ധത്തിൽ നിന്ന് വിമുക്തരായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ഉടനെ അവർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാം. ജീവാത്മാവിന് ഭൗതിക ബന്ധത്തിൽ നിന്നുള്ള ഈ മോചനം എളുപ്പത്തിൽ കിട്ടാവുന്നതല്ല. അവ്യക്തിഗതവാദികളും യോഗികളും അത്യന്തം ക്ലേശങ്ങൾ സഹിച്ച് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് മോക്ഷം നേടുന്നത്. അവരുടെ ആ മോക്ഷം ഭഗവാന്റെ അവ്യക്തിഗതമായ ബ്രഹ്മജ്യോതിസിലേക്ക്. ആ മോക്ഷമാകട്ടെ ഭാഗീയവുമത്രേ. അവർ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഭക്തൻ ഭഗവാന്റെ ശരീരത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം മരണശേഷം കൃഷ്ണലോകം പ്രാപിക്കുന്നു. ഭൗതിക ലോകത്തിൽ ഒരു പുനർജന്മം എടുക്കുക എന്ന സാഹസത്തിന് ഇടവരികയുമില്ല. ഭഗവാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങളും അവതാരങ്ങളും ഉണ്ടെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. അദ്വൈതം അച്യുതം അനാദി അനന്ത രൂപം. അവിടേക്ക് അനേകം അഭൗമാകാരങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഒന്ന് തന്നെ. ആ പരമപുരുഷൻ തന്നെ എന്ന സത്യം നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടണം. ഭൗതിക പാണ്ഡിത്യം നേടിയവർക്കും സാമാന്യ തത്വചിന്തകർക്കും ഗ്രഹിക്കാവുന്നതല്ല ഈ സത്യം. വേദങ്ങളിൽ പറയുന്നു, ഏഹോ ദേവ നിത്യ ലീലാനുരക്തോ ഭക്തവ്യാപി ഹൃത്യന്തരാത്മാ. ഒരേ ഭഗവാൻ അസംഖ്യം ദിവ്യാകൃതികൾ സ്വീകരിച്ച് അനേകം ശുദ്ധഭക്തരുമായി ബന്ധപ്പെടുന്നതിൽ സദാ വ്യാപൃതനായിരിക്കുന്നു. ഈ വൈദിക മതത്തെ പിന്താങ്ങുകയാണ് ഭഗവത്ഗീതാ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ചെയ്യുന്നത്. വേദങ്ങളെയും ഭഗവാനെയും പ്രമാണമാക്കി ഈ സത്യത്തെ അംഗീകരിക്കുകയും തത്വാന്വേഷണപരങ്ങളായ ഊഹാഭോഗങ്ങളാൽ സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മുക്തിയുടെ പരിപൂർണതയിലെത്താം. മോക്ഷപ്രാപ്തിക്ക് ഈ സത്യത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ഉപായം. സംശയമില്ല. തത്വമസി എന്ന വേദവാക്യം ഇങ്ങനെ പ്രായോഗികമാകുന്നു. ശ്രീകൃഷ്ണനെ പരമപുരുഷനെന്നറിയുകയോ അവിടുന്നാണ് പരബ്രഹ്മരൂപിയായ ഭഗവാൻ എന്ന് അവിടുത്തെ വാഴ്ത്തുകയോ ചെയ്യുന്നവൻ തൽക്ഷണം വിമുക്തനാകും. അതോടൊപ്പം അയാൾക്ക് ഭഗവാനുമായുള്ള ദിവ്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൃഢവിശ്വാസമുള്ള ഒരു ഭക്തന് പരിപൂർണത നേടാമെന്ന് വെളിവാകുന്നു. താഴെ കാണുന്ന വേദവാക്യം: തമേവ വിദിധ്വാദി മൃത്യുമേദിനാന്യ ബന്ധവിദ്യതേയനായ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയുന്നത് കൊണ്ട് മാത്രം ജനന മരണങ്ങളിൽ നിന്ന് തികച്ചും മുക്തനാവാം. ഈ പൂർണ്ണത നേടാൻ മറ്റൊരു വഴിയില്ല. ശ്രീകൃഷ്ണൻ പരമപുരുഷനായ ഭഗവാനാണെന്ന് അറിയാത്തവർ നിശ്ചയമായും തമോ ഗുണബാധിതരാണ്. അല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുകയുമില്ല. അതേ കാരണത്താൽ തേൻകുപ്പിയുടെ പുറം നക്കുന്നത് പോലെ ഭഗവത്ഗീതയെ ഭൗതികമായ പാണ്ഡിത്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് മോചനം ലഭ്യമല്ല. അത്തരക്കാർക്ക് ഈ ലോകത്തിൽ പ്രാധാന്യമേറിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. എങ്കിലും അവർ മുക്തിക്ക് അർഹരാകണമെന്നില്ല. ദുരഭിമാനികളായ ആ പണ്ഡിതന്മാർക്ക് ഭഗവത് ഭക്തന്മാരുടെ അഹൈതുകമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസദാർഢ്യത്തോടെയും കൃഷ്ണാവബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കണം. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പം
നമ്മളിവിടെ കണ്ടത് ഈ ഈ മായാവാദികളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ അവരെ ചെന്ന് ചേർന്ന ശേഷം നമ്മൾ ഈ ഭഗവാന്റെ ഈ ലീലകള്, ഇപ്പൊ ഭഗവാന് രൂപമില്ലാത്തവർക്ക് ഈ ലീലകൾ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? ഭഗവാൻ രൂപമൊന്നുമില്ല, ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കപ്പെടുന്ന ആൾക്കാർക്ക് ഈ ലീലകളുടെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിക്കാണ്ട് സാധ്യമാകുമോ? അവർക്കൊരു ശൂന്യതയുടെ ഇല്ല. ഒരു ശൂന്യതയിൽ അവരെങ്ങനെ ലീലകൾ കാണാൻ പറ്റും? എല്ലാം ശൂന്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെ ശൂന്യതയിരിക്കുന്ന രൂപമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ലീലകൾ ആടാൻ പറ്റും? അപ്പം അവരെത്ര ശ്വാസം പിടിച്ച് എത്ര നിന്ന് കഴിഞ്ഞാൽ, എത്ര മാജിക്കുകളും എത്ര തലകുത്തി മറിഞ്ഞിട്ടുള്ള യോഗ ചെയ്തു കഴിഞ്ഞാലും അവർ ചെന്നെത്തപ്പെടുന്ന സ്ഥലം ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്ന് വിനർഗളിക്കുന്ന ആ ഒരു ബ്രഹ്മജ്യോതിസിലായിരിക്കും അല്ലെ? ബ്രഹ്മജ്യോതിസിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു ലയനമാണ്, അവിടെ ഒരു ആസ്വാദനം ഇല്ല. നമ്മളെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് 12 വർഷം ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ ഭക്ഷണങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊരു ആസ്വാദനം ഇല്ല. എന്ത് കാര്യം? അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും, ശ്വാസം മുട്ട് അനുഭവപ്പെടും അല്ലെ? നമുക്ക് ഭക്ഷണം എല്ലാം ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നേരം പറ്റും ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക, വേറെ ആരും അവിടെ ഇല്ലാത്ത ഒരവസ്ഥ. അതുപോലെയാണ് ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ സായുജ്യമുക്തി അടയുന്നവരുടെ ഒരു പ്രത്യേകത. അങ്ങനെ സായുജ്യമുക്തി കുറെ കഴിയുമ്പോൾ അവർക്ക് എപ്പോ ആസ്വദിക്കണം എന്നുള്ളൊരു ഒരു തോന്നൽ ആ ആത്മാവിനുണ്ടാകുമ്പോൾ അത് വീണ്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും പിറവി എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതീന്ദ്രിയ ഈ പറയുന്ന ഈ അദ്വൈതികളായിട്ടുള്ള ആൾക്കാർക്കും മായാവാദികളായിട്ടുള്ള ആൾക്കാർക്കും എന്താണ് ഈ പറയുന്ന ഭഗവാന്റെ ഈ തത്വം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. അവരൊക്കെ തന്നെ വീണ്ടും പുനർജന്മം എടുക്കാനുള്ള സാഹസത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങുന്നത്. അവർ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ ഒരുപക്ഷെ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും കോട്ട് ചെയ്ത് ഒരുപക്ഷെ നമ്മളെയൊക്കെ കൺവിൻസ് ചെയ്ത് നമ്മളെ പെട്ടെന്ന് തന്നെ അവർക്ക് മാറ്റാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് ഈ വേദങ്ങളിൽ ഉപനിഷത്തുകളിൽ പറയുന്ന ശാസ്ത്ര സത്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടല്ലേ. അതിലെ ഒന്നാണ് എന്നാ തത്വമസി അല്ലെ? നമ്മൾ ശബരിമല ചെല്ലുമ്പോഴത്തേനും ഉം. നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. എന്താണ് തത്വമസി. തത്വമസി? ഉപനിഷത്തിൽ പറയുന്നതാണ് അല്ലെ? ഉം. എന്താണ്? അത് നീ നീ ഞാനാണ്. തന്നെയാകുന്നു, അത് നീയാണ് നീ ഞാൻ. തന്നെയാകുന്നു ഞാനാണ് അല്ലെ? അതായത് ഞാനും ഉം. നീയും നീ ഒന്നാണെന്നാണ് അതിന്റെ അല്ല. അർത്ഥമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ? നമ്മൾ ആ. കാണുന്നത് എങ്ങനെയാണ്? എന്നിലുള്ളതും ഞാൻ വേറെ. നീയും, എന്നിന്റെ ഉം. ഉള്ളിലുള്ളതും നീയും ഒന്നാണ് അല്ലെ? ഉം. എന്റെ ഉള്ളിലുള്ളത് ഞാൻ അല്ല, ഞാനും നീയും ഒന്നല്ല ഒരിക്കലും. പക്ഷെ എന്റെ ഉള്ളിലുള്ള ആള് നീ തന്നെയാണ്. ആ രീതിയിലാണ് കൃഷ്ണാബോധക്കാർ കാണുന്നത്. മറ്റൊരു കാണുന്നതോ നമ്മള് ഭഗവാനാകും ഒരു സമയത്ത്. അതായത് നമ്മള് മാലയൊക്കെ ഇട്ട് സ്വാമിയായിട്ട് മലയ്ക്ക് പോവാണ് അല്ലെ? നമ്മൾ 18 പടി ചവിട്ടി കഴിയുമ്പോൾ നമ്മള് സ്വാമി ഒന്നാകും. നമ്മള് സ്വാമി ഒന്നാകുമോ? അവിടെ നിന്ന് ഇറങ്ങി മാല ഇങ്ങ് ഊരി കഴിഞ്ഞ് നോക്കിയിരിക്കുകയാണ് നേരെ കള്ള് ഷാപ്പിലേക്ക് അല്ലെങ്കിൽ ഇറച്ചിക്കടയിലേക്ക് കയറാനായിട്ട് അല്ലെ? അത്രയും ദിവസം പിടിച്ചു വെച്ചിരുന്നിട്ട് ഇപ്പൊ അതിനൊക്കെ തന്നെ നെഗോഷിയേഷനുമായി അല്ലെ? പണ്ടൊക്കെ നമ്മള് പറയും കാട്ടിപ്പോയ പുലി പിടിക്കും ആന പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും അല്ലെ? വ്രതമൊക്കെ ഭയങ്കര കർശനമായിട്ട് ഞാൻ ഓർക്കുന്നു. എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഉം, അവര് വേറെ വീടിന് പുറത്ത് ചാണകം മെഴുകിയ പന്തലിട്ടിട്ട് അവിടെയാ കിടക്കുന്നത്. വീട്ടില് സ്ത്രീകളൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുന്ന സമയത്ത് അവരെ എങ്ങനെയാണെന്നറിയോ, ഇവരുടെ ദർശനം പോലും കൊടുക്കാതെ ഇങ്ങനെ തോടും പുഴയൊക്കെ പോയി അവിടെ പോയി മുങ്ങി കുളിച്ച് തുണിയെല്ലാം മുക്കി അങ്ങനെയൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത്ര പവിത്രമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നും പൊക്കോണ്ടിരുന്നത് അല്ലെ? അതുപോലെ തന്നെ അരിയടക്കം ഈ സാധനങ്ങളെല്ലാം കെട്ടി ചുമന്നുകൊണ്ടാണ് അവർ പോകുന്ന വഴിക്കൊക്കെ വെച്ച് കഴിച്ച് അങ്ങനെയാ പൊക്കോണ്ടിരുന്നത്. വിറകടക്കം സാധനങ്ങളുമായിട്ട് ചുമന്ന് കെട്ടിക്കൊണ്ടായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് പിന്നെ ഇത് സദ്യയും പമ്പാ സദ്യക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് ഇരുന്നത് അല്ലെ? ഈ പോകുന്ന വഴിയൊന്നും അതും ഇതൊന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല, എല്ലാം തന്നെ വെച്ച് കഴിക്കും. അത്രയ്ക്ക് 41 ദിവസത്തെ നീണ്ട വ്രതവും അതുപോലെ തന്നെ എല്ലാ ദിവസവും അവിടെ വീട്ടില് ഭയങ്കര ഈ എന്നാ അന്ന് ഈ ഗിഞ്ചറ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഗിഞ്ചറായും ഒക്കെ ഇട്ട് ഭയങ്കര ഭജനയും ഭജന. പാട്ടും ആ ഇപ്പൊ ഭജന. ഭജനയും പാട്ടും ഒക്കെ ഇങ്ങനെയാണ് ഉള്ളത് അല്ലെ? അത്രയ്ക്ക് താടിയും മുടിയൊക്കെ ഇപ്പൊ എങ്ങനെയാണെന്നറിയാം, പോകുന്നതിന്റെ തലേദിവസം വരെ ഷെയ്വ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ പോകുന്നതിന്റെ തലേദിവസം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരു മാല ഇട്ടിട്ട് പിറ്റേ ദിവസം അങ്ങ് പോവാണ് അല്ലെ? മലയ്ക്ക് പോവാണ്. അപ്പൊ എന്തുമാത്രം ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ തത്വമസി. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടെ
ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനും സ്വാമിയും ഒന്നാകുന്നു. നമ്മൾ എത്ര വ്രതം എടുത്ത് എങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും സ്വാമിയും ഒന്നാകില്ല ഉം. അല്ലെ? നമ്മളുടെ ഉള്ളിലുള്ള ആള് ആ സ്വാമി തന്നെയാണ്. സ്വാമി തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്ന് തത്വമസി എന്നുള്ള ആ തത്വത്തെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. നമുക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായല്ലേ? നമ്മൾ ഇപ്പോഴും ആൾക്കാർ പറഞ്ഞു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സ്വാമിയാകുമെന്ന്. സ്വാമി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പരിവർത്തനം ഉണ്ടാകണ്ടേ? അതിനുശേഷം വന്നു കഴിഞ്ഞ് വീണ്ടും നമ്മള് ഈ കുടിച്ച് നാല് കാലയെല്ലാം നടക്കുന്നതെങ്കിലും അതുപോലെ ഈ നോൺ വെജ് എല്ലാം കൂടെ വലിച്ചു കയറ്റി നേരെ പോരുന്ന വഴി തന്നെ നേരെ ഷാപ്പിലൊക്കെ കയറി പോരുന്നവരുണ്ട്. അവിടെ നിന്ന് പമ്പയെന്ന് ഇറങ്ങി കഴിയുമ്പോൾ പമ്പയെ തന്നെ മാലയെല്ലാം ഊരി വലിച്ച് അവിടെ എവിടെയെങ്കിലും പമ്പാ നദിയിൽ ഒഴുക്കിയിട്ടിട്ട് തിരിച്ചു പോരുന്ന വരെ കെട്ടുണ്ട്. കെട്ട് വണ്ടിയെ വെച്ചിട്ട് ഷാപ്പിലൊക്കെ കയറി മദ്യവും കഴിച്ച് അതുപോലെ തന്നെ നോൺ വെജും വാരി കഴിച്ചിട്ട് പോരുന്നവരുണ്ട്, അത്രയും ദിവസം പിടിച്ചു വെച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവരെങ്ങനെ സ്വാമിയായി മാറും? ഏതെങ്കിലും തരത്തിലാകാനായിട്ട് സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മള് കൃഷ്ണാവബോധത്തിലുള്ളവർ മനസ്സിലാക്കേണ്ട ഈ തത്വമസിയുടെ അർത്ഥം വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കരുതുക. അപ്പൊ ശ്രീകൃഷ്ണൻ പരമപുരുഷനായ ഭഗവാനാണെന്ന് അറിയാത്തവർ എന്താണ്? തമോ ഗുണ ബാധിതരാണ്. അവർക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. അപ്പൊ അവരൊക്കെ എന്താണ്? തേൻകുപ്പിയുടെ പുറം നക്കുക, അത് മാത്രമാണ് ചെയ്യുന്നത് അല്ലെ? അവർക്ക് തേനിന്റെ മധുരം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ശ്രീല പ്രഭുപാദർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ദുരഭിമാനികളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും ഭഗവത് ഭക്തരുടെ അഹൈതകമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. അപ്പം ഭഗവത് ഭക്തന്മാരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. ചില പണ്ഡിതന്മാരുണ്ട്, എനിക്കെല്ലാം അറിയാം, തത്വങ്ങളും ശാസ്ത്രങ്ങളും അവരൊക്കെ ഘോരഘോരം പ്രസംഗിക്കും. ചില സാഹിത്യകാരന്മാരും ചില നിരീശ്വരവാദികളോടൊക്കെ നമുക്ക് വാദിച്ചു ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. നിരീശ്വരവാദികള് ഇപ്പൊ ഈ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ കാര്യം തന്നെ എടുക്കാം. കൃഷ്ണൻ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, നമ്മൾ ഈ 100 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് പലതിനും ഉത്തരം പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ടുള്ള ജ്ഞാനവും ഇല്ല, നമ്മൾ അതിന് മാത്രം പഠിച്ചിട്ടുമില്ല. ഇതിന് ഇങ്ങനെ ഒരു പ്രമാണം ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് അധർമ്മമാണോ, ഈ അധർമ്മത്തെ നമ്മള് ധർമ്മത്തിന്റെ കണ്ണുകളിൽ കൂടെ നോക്കി എങ്ങനെയാണെന്ന് പറയാനായിട്ട് പ്രമാണം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ അതിന് വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഭക്തി അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഭക്തി ഇല്ലാതെ ഇവര് പറയുന്ന കാര്യങ്ങളെ ഒന്നും നമുക്ക് ഒരിക്കലും വാദിച്ച് ജയിക്കാണ്ട് പറ്റത്തില്ല. ഭഗവാനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഒരുപാട് പേർക്ക് കാണും അല്ലെ? പക്ഷെ അതുകൊണ്ടാണ് ഭഗവാന്റെ അതീന്ദ്രിയത്വം നമ്മൾ മനസ്സിലാക്കണം. അതീന്ദ്രിയത്വം ഭക്തന്മാർക്കേ മനസ്സിലാവുള്ളൂ. അതീന്ദ്രിയത്വം മനസ്സിലാക്കിയവർക്ക് എന്താണ്? വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല എന്നുള്ള അടിവരയായിട്ടുള്ള കാര്യം ഭഗവാൻ ഇവിടെ പറയാണ്. എന്റെ ജന്മത്തെയും പറ്റിയും അതുപോലെ എന്റെ പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവര് എന്താണ്? ദേഹം വിട്ട് പോകുമ്പോൾ അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും പിറക്കേണ്ടി വരുന്നില്ല. അവരെന്റെ ശാശ്വതമായിട്ടുള്ള ലോകത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ള പരമമായ സത്യമാണ് ഭഗവാൻ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ലീലാസ്മരണം എന്ന് പറഞ്ഞ കാര്യം സാധാരണ അല്ല. നമ്മൾ എത്ര ഭഗവാന്റെ ലീലകള് നമ്മൾ കേൾക്കാനായിട്ടും ദിനം പ്രതി മനസ്സിലാക്കണം. ആ ലീലയിൽ നമുക്ക് അതീന്ദ്രിയ തത്വം നമ്മൾ അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതിയോ? അതോ അതിന് വേറെ ഇത് വല്ലതും ഉണ്ടോ? അതീന്ദ്രിയ നമ്മൾ തത്വം ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലീലയുടെ അതീന്ദ്രിയത്വം മനസ്സിലാക്കണം. വെറുതെ ലീല ഒരു കഥയായിട്ട് കേട്ടിട്ട് പോകരുത്. വെറുതെ ലീല അതൊരു കഥയായിട്ട് കേട്ടു, അല്ലെങ്കിൽ ഒരു ഗോപബാലൻ എന്തൊക്കെയോ കാണിച്ചു, അല്ലെങ്കിൽ അങ്ങനെയായിട്ട് മനസ്സിലാക്കരുത്. നമ്മൾ ആ ലീലയുടെ അതീന്ദ്രിയത്തെ, ആ ലീല എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നുള്ള അതിന്റെ രഹസ്യ സ്വഭാവം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ആ ലീലയിൽ ജീവിക്കുക. എങ്ങനെ നമുക്ക് ലീലയിൽ ജീവിക്കാനായിട്ട് പറ്റും? മാതാജിക്ക് എങ്ങനെ ഗോവർദ്ധന ലീലയിൽ ജീവിക്കാനായിട്ട് പറ്റും? ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഗോവർദ്ധന ലീല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഗോവർദ്ധന ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് ഇങ്ങനെ കാണുക മനസ്സിലല്ലേ? ഭഗവാന്റെ ചുറ്റും എന്താണ്? ഗോപികമാരെല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മാതാജി അവിടെ ഒരു ഗോപികയായിട്ട് നിൽക്കുന്നു. മാതാജി എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? തലയിൽ ഇങ്ങനെ ഭഗവാന്റെ അടുക്കല്ലേ നിൽക്കുന്നത്. അപ്പൊ ഭഗവാന്റെ അടുത്ത് ഗോപികമാര് നിൽക്കുന്ന പോലെ ഗോപിക വേഷം എല്ലാം ധരിച്ച് മാതാജി നിൽക്കുകയാണ് അല്ലെ? അപ്പൊ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു. ഭഗവാന്റെ സൗന്ദര്യം മാതാജി ആസ്വദിച്ച് നിൽക്കുന്നു. ഭഗവാൻ ഒറ്റ വിരലിലെ ചെറുവിരലിലെ നഖം കൊണ്ടാണ് അത്രയും വലിയ ഗോവർദ്ധനം. 24 കിലോമീറ്റർ നമ്മൾ ചുറ്റിയാൽ എത്തുകയല്ലാത്ത ആ ഗോവർദ്ധനം ഭഗവാൻ
എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറുവിരലിന്റെ ഇടത്ത് കൈയുടെ ചെറുവിരലിന്റെ നഖത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് ആ ഗോവർദ്ധൻ. അപ്പം എന്ത് ചെയ്തു, ഗോപന്മാരൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ കാലികളെ മേയ്ക്കുന്ന കാലിക്കോൽ എടുത്തിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ. സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അവര് പറഞ്ഞു, ഞങ്ങള് ഇത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഗോവർദ്ധൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനും ഭഗവാനും ബലരാമനും ശരിയാണ് വന്നത് അല്ലെ. പക്ഷെ ഭഗവാനൊക്കെ എപ്പോഴും തോറ്റു കൊടുക്കുകയാണല്ലോ അല്ലെ ഇവരുടെ മുൻപില്. മാതാജിയും അപ്പൊ അവിടെ നിന്ന് ഒരു കാലിക്കോല് കിട്ടി, മാതാജി എടുത്ത് എന്ത് ചെയ്തു, ഈ ഗോവർദ്ധനെ നാട്ടിൽ പിടിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഗോവർദ്ധനെ ഒന്ന് ക്ഷയിക്കാന്ന് വിചാരിച്ച് ഭഗവാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളകി കഴിഞ്ഞപ്പോൾ ഗോവർദ്ധന ആടാൻ തുടങ്ങി. അപ്പൊ ഇവർക്കൊക്കെ ആകെ പേടിയാ. അവർ വീണ്ടും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു, കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഇതിന് ആ ഒരു സീനറി ഒക്കെ മാതാജി ഇങ്ങനെ കാണണം. അപ്പൊ ഇങ്ങനെ ഗോവർദ്ധൻ ഇങ്ങനെ ക്ഷയിക്കാൻ പോകുന്നു. അപ്പൊ മാതാജിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഈ വടി അങ്ങനെ ഇങ്ങനെ കുലുങ്ങി. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭഗവാനെ വീണ്ടും ശരണം പ്രാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എന്താണ്, ഈ 7 ദിവസം ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് മഴയൊക്കെ തോർന്നു കഴിഞ്ഞിട്ട് ഈ ഗോവർദ്ധനെ താഴെ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അവിടെ ഇരിക്കുന്ന ഭോഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് എല്ലാവരും വന്ന് ഗോവർദ്ധനത്തിന് ഓഫർ ചെയ്യുന്നു. ഭഗവാൻ തന്നെ ഗോവർദ്ധനായിട്ട് അത് മുഴുവനും കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗോവർദ്ധൻ എന്താണ് പറയുന്നത്, ഇനിയോർ ഇനിയോർ എന്ന് പറയുന്നുണ്ട് വലിയ ശബ്ദത്തിൽ. ഇപ്പോഴും ഗോവർദ്ധനത്തിന് താഴ്വരയുള്ള ഒരു ഗ്രാമത്തിന്റെ പേര് ഇനിയോർ എന്നാണ്. അവിടെ വ്രജഭാഷയില് ഇനിയോർ എന്ന് പറഞ്ഞാൽ ഇനിയും വേണം, ഇനിയും വേണം, എനിക്ക് ഇനിയും വേണം എന്നാ പറയുന്നത്. അപ്പം ഈ ഇന്ദ്രന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള സംഭാരങ്ങളെല്ലാം തന്നെ ഗോവർദ്ധന പർവ്വതം സ്വീകരിക്കുക. അപ്പൊ ഭഗവാൻ തന്നെ ഗോവർദ്ധനത്തിന്റെ രൂപം സ്വീകരിച്ച് ഒരു വലിയ കണ്ണ്, വലിയ വായ, വലിയ ചെവി ഒക്കെ ആയിട്ട് ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിൽ ഒരു രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഞാനാണ് ഗോവർദ്ധനം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അല്ലെ. ഇവര് വിശ്വസിക്കണ്ടേ. അപ്പൊ ഭഗവാൻ തന്നെ ആ ഗോവർദ്ധന രൂപം സ്വീകരിച്ച് ഇത് മുഴുവനും എന്ത് ചെയ്തു, ഗോവർദ്ധനെ സ്വീകരിച്ചു. ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഗോവർദ്ധന പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഗോവർദ്ധന പർവ്വത രൂപത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വന്നു പ്രസാദമായിട്ട്. എന്നിട്ട് മാതാജി എന്ത് ചെയ്തു, ഈ പ്രസാദം എടുത്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നു. ഇങ്ങനെയാണ് ലീലയിൽ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ലീലയിൽ അത്രയും നേരം ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഈ ലീലയിൽ അങ്ങ് ഇരുന്ന് ജീവിക്കണം. ഓരോ ദിവസവും ലീലാസ്മരണം, ഏതെങ്കിലും ഒരു ലീലയുടെ എങ്കിലും ഇല്ല. അത് പിന്നെ രാസലീല ആടുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഭഗവാൻ ഇങ്ങനെ ഒരു മരത്തിന്റെ ഒരു വടവൃക്ഷത്തിന്റെ അവിടെ ഇരുന്ന് രാത്രിയില്, അർദ്ധരാത്രിയില്, നല്ല ശരത് പൂർണിമയില് എന്താണ് ഓടക്കുഴലിൽ വായിക്കുന്നു. അപ്പൊ ആ ഓടക്കുഴലിന്റെ അതീന്ദ്രിയ സ്വഭാവം മാതാജി അവിടെ എന്ത് ചെയ്തിരുന്നോണ്ടിരിക്കുന്നു, മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ്, മാതാജി ഒരു പുരികമേ ഇങ്ങനെ എഴുതിയുള്ളൂ അല്ലെ. അപ്പം അത് കഴിഞ്ഞ് കണ്ണ് ഇങ്ങനെ എഴുതാൻ തുടങ്ങി കഴിഞ്ഞു. ഇവിടെ മഷി വന്നു ഇത് കേട്ടപ്പോഴത്തേന്. അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ നിർത്തി. മാതാജി അവിടെ ഇരുന്ന കയ്യിലിരുന്ന എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു ഒറ്റ ഓട്ടം. അവിടെ എന്താണ്, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, അടുപ്പയിൽ എന്തോ ഇരിക്കുന്നു. ഇതൊന്നും നോക്കാതെ മാതാജി ഒരൊറ്റ ഓട്ടം ഓടി അല്ലെ. സാരി ഇതേ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ, മുഴുവൻ നേരെ ഇടാൻ പറ്റിയിട്ടില്ല. ഒറ്റ ഓട്ടം ഓടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു, മറ്റ് പലരും ഓടി വരുന്നു. എല്ലാവരും ഭഗവാനെ കണ്ടുകൊണ്ട് രാസലീല അല്ല ആ ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നു ആ ഓടക്കുഴൽ വിളിയില്. അതിനുശേഷം ഭഗവാൻ, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പം മാതാജിയെ നോക്കി ഭഗവാൻ ഇങ്ങനെ കളിയാക്കുന്നു. ഇതെന്താണ് കൺമഷി ഇത്ര ഇങ്ങനെയാണല്ലോ എഴുതിയത്, ഒരു പുരിക ഇട്ടിട്ടുള്ളല്ലോ, ഇതെന്റെ സാരി ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയുമ്പോ മാതാജി ഇങ്ങനെ നാണം കെട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ ഭഗവാനുമായിട്ട് സംവദിക്കണം നമ്മൾ ആ ഒരു ലീലയില്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ഗോപികാ ഗീതമാണ് പിന്നെ, ഞങ്ങൾ നിന്നെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, നീ സാധാരണ വ്യക്തിയല്ല എന്നുള്ള ആ ഗോപികാഗീതം നമ്മൾ പലതവണ എടുത്താണ് ഇപ്പൊ അല്ലെ. ആ ഗോപികാഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ നമ്മൾ ഭഗവാനുമായിട്ട് സംവദിക്കുന്നു. ഇതിനുശേഷം ഭഗവാൻ നമ്മളുടെ കൂടെ നൃത്തമാടാൻ വരുന്നു. ഓരോ ഗോപികളുടെ കൂടെ, ഇപ്പൊ മാതാജിയുടെ കൂടെയും ഭഗവാൻ നൃത്തമാടാനായിട്ട് വരുന്നു. ഓരോ ഗോപികന്മാരുടെയും കൂടെ ഓരോ ഭഗവാൻ. അപ്പം എപ്പം മാതാജിക്ക് തോന്നുന്നു ഈ ഭഗവാൻ എന്റെ മാത്രമാണെന്ന് തോന്നുന്ന ഒരു അഹങ്കാരം മാതാജിക്ക് ബാധിക്കുമ്പോൾ ഭഗവാൻ മാതാജിയെ വിട്ടുപോകുന്നു, അന്തർദാനം ചെയ്യുന്നു. ഭഗവാൻ അവിടുന്ന് അന്തർദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഓരോ മരങ്ങളോടും വൃക്ഷങ്ങളോടും അതുപോലെ തന്നെ യമുനാ നദിയോടും അവിടെ ചെന്ന് അത് കഴിഞ്ഞ് കണ്ണുനീര് വാർത്ത് ഒരു യമുനാ നദി പോലെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുക എല്ലാ ഗോപികന്മാരുടെ അല്ലെ. അങ്ങനെ ഭഗവാന്റെ വിരഹത്തില് ഇങ്ങനെ നടക്കുന്നു. ഈ ലീലയിലൊന്ന് ജീവിച്ചു നോക്കുക. അത് മാതാജിയുടേതായ രീതിയിൽ ഭാവന ചെയ്യുക. ഞാനിപ്പോ ഒരു ചെറിയ ഭാവന പറഞ്ഞാണ്.
മാതാജിയുടെ രീതിയിലായ ഭാവന ചെയ്ത് ആ ലീലയിൽ ഇങ്ങനെ ജീവിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഒരു ലീല എടുക്കുക, ഒരു ലീലയിൽ കൂടെ നമ്മൾ ആ ഭാവനാമൃതത്തിൽ, കൃഷ്ണ ഭാവനാമൃതത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് ജീവിക്കുക. എന്നിട്ട് അതിന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കുക. ഓരോ ലീലയുടെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കുക. ആചാര്യവാണിയിൽ കൂടെ കേട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ അതീന്ദ്രിയ സ്വഭാവം എന്ന് മനസ്സിലാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭൗതിക ശരീരം വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പോരേണ്ടി വരില്ല. ഹരിബോൾ. അടുത്ത ശ്ലോകം 10-ാമത്തേത്. ലീവ് ചെയ്യാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിക്കാനായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ പോയി? ഒറ്റ ആൾക്കാരും കാണുന്നില്ല. ഇപ്പൊ 6 പേര്. എല്ലാവർക്കും എന്ത് പറ്റി? മായ പിടിച്ചോ എല്ലാരെയും? പ്രഭു അപ്പൊ ഇന്ന് അങ്ങനെ എനിക്ക് പറ്റിയത് കേൾക്കണോ? ഞാനിരുന്ന് നാമം ചൊല്ലിക്കൊണ്ടിരുന്നു, ക്ലാസിന്റെ കാര്യം മറന്നുപോയി. അതിനിടയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഓടി വന്നു ഞാനത്. ഞാൻ ഇരുന്നത് മറന്നുപോയി, ഞാൻ ഇന്നത്തെ ക്ലാസ് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഉം. നമ്മള് ഉം. നമ്മളെ ശരിക്കും മായ ബാധിച്ചിരിക്കുകയാണ് പലരെ, അല്ലേ? ഇവരൊക്കെ എവിടെ പോയോ ആവും, ഒന്നും അറിയില്ല. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഒരുപാട് പേരെ കാണുന്നു. വായിക്കണോ? വായിക്കണോ? അടുത്ത ശ്ലോകം ഞാൻ വായിക്കാം, എന്നിട്ട് വായിപ്പിക്കാം. അടുത്ത 10-ാമത്തെ ശ്ലോകം. വീതരാഗഭയക്രോധോ മന്മയാമാമുപാശ്രിത ബഹവോ ജ്ഞാന തപസാ പൂതാമദ്ഭാവമാഗതാം. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിത ബഹവോ ജ്ഞാന തപസാ പൂതാമദ്ഭാവമാഗതാം. ഹരേ കൃഷ്ണ. ഞാൻ നമ്പിയ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതഃ ബഹവോ ജ്ഞാനതപസാ പൂത മത്ഭാവമാഗതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ലോകം പറ്റി വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിത ബഹവോ ജ്ഞാനതപസാ പൂജാമദ്ഭാവമാഗത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിത ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗത. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി എന്താണോ ആവോ, നേരത്തെ അതറിഞ്ഞ് വിളിച്ചിട്ട് മാതാജിയെ കണ്ടില്ല. അറിയില്ല. സാറില്ല. നമുക്ക് അതിന്റെ ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. വീതരാഗ ഭയക്രോധ, രാഗം, ഭയം, ക്രോധം എന്നിവ ഇല്ലാത്തവരായി, മന്മയ എന്നിൽ തന്നെ മുഴുകിയവരായി, മാം എന്നെ, ഉപാശ്രിത ആശ്രയിച്ചവരായി, ജ്ഞാന തപസ ജ്ഞാനമയമായ തപസ്സുകൊണ്ട്, പൂത വിശുദ്ധരായി, ബഹവ വളരെ നാളുകൾ, മദ്ഭാവം എന്റെ അഭൗതികമായ പ്രേമത്തെ, ആഗത പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശ്രീലപ്രഭാതരുടെ വിവർത്തനം, ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പ്രാപിച്ച അനേകം പേർ എന്നെപ്പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ കണ്ടിന്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ആണ്, അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ പറഞ്ഞു ഭഗവാന്റെ അതീന്ദ്രിയത്വം, ലീലകളുടെയും പ്രവൃത്തികളുടെയും ഭഗവാൻ ചെയ്ത ഓരോ കാര്യങ്ങളുടെ അതീന്ദ്രിയത്വം മനസ്സിലാക്കിയവർ പിന്നെ വീണ്ടും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞല്ലേ? പക്ഷെ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് രാഗം, ഭയം, ക്രോധം ഇവയിൽ നിന്ന് മോചിതരായി എന്നെ തന്നെ ശരണം പൂകിയ അനേകം പേർ എന്നെപ്പറ്റി ഉള്ള ദിവ്യജ്ഞാനത്തിൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബന്ധരായിട്ടുണ്ട്.
അപ്പൊ ഭഗവാന്റെ ആ ഒരു ദിവ്യ രൂപ അതീന്ദ്രിയത്വം നമ്മൾ ഗ്രഹിക്കാനായിട്ട് നമുക്ക് ഏത് കാര്യങ്ങൾ പാടില്ല? രാഗം എന്ന് പറഞ്ഞാൽ രാഗം, ആസക്തി. ഭയം, ക്രോധം, രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി. പിന്നെന്താണ്? ഭയം. ആസക്തി, ഭയം ഭയം. പാടില്ല, ക്രോധം പാടില്ല. നമുക്കറിയാം കംസൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താണ് വിരുദ്ധ ഭക്തിയായിരുന്നു അല്ലേ? വിരോധ ഭക്തിയിലായിരുന്നു ഭഗവാനെ ആയിട്ട് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ അവരൊക്കെ ഭഗവാനോട് വിരോധ ഭക്തിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നമ്മള് ആ വിരോധ ഭക്തി ചെയ്യേണ്ട ആൾക്കാരാണോ? അല്ലല്ലോ അല്ലേ? അതൊക്കെ ഭഗവാന്റെ ലീലയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനായിട്ട് സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ് അതല്ലേ? ആ ഒരു ലീല നടക്കാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ആയിരുന്നു അല്ലേ? നമ്മൾ അങ്ങനത്തെ ഭഗവാന്റെ ഒരു ലീല നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മമാണെന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇത്രയും നാൾ ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ മനസ്സിലായി നമ്മൾ എന്തോ പാഴ്ജന്മങ്ങൾ പോലെ നമുക്ക് തോന്നിയില്ലേ? ഭഗവാന്റെ ഒരു ലീലയിലൊന്നും ഇല്ല. നമ്മൾ പിന്നെ മാതാജി മുമ്പ് എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലീലാസ്മരണം ചെയ്ത് നമ്മൾ അതിലെ ഒരു ഭാഗമാകാനായിട്ട് സാധിക്കാൻ പറ്റുള്ളൂ. മാതാജി മുമ്പേ ചോദിച്ചു ഞാൻ അങ്ങനെ എങ്ങനെ ലീലയിൽ പങ്കെടുക്കുമെന്ന്. അപ്പൊ അതെങ്ങനെയാണ് ലീലയിൽ പങ്കെടുക്കേണ്ടതെന്ന വിധവും ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ അതിന് ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ലീലയിൽ പാർട്ടാകാനായിട്ട് സാധിക്കത്തില്ല. ലീലയിൽ ദിവ്യ ഈ പ്രേമബദ്ധരാ. ഭയം, അത് ഈ ഭയം എന്ന് പറയുന്ന ഏതവസ്ഥയാ? ഭയം നമുക്ക് മരണഭയോ? അതോ ഭയം? പറയാൻ മതി. അപ്പം രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി അല്ലെ? നമുക്ക് ആസക്തി, പല കാര്യങ്ങളിൽ ആസക്തി ഉണ്ട്. നമ്മള് ഭഗവാനിലേക്ക് ആസക്തി ഇല്ല, നമ്മൾ മറ്റു പല കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളിലാണ് നമുക്ക് ആസക്തി വരുന്നത്. അതുപോലെ തന്നെ ഭയം, നമുക്ക് പലതരത്തിലുള്ള ഭയങ്ങളുണ്ടല്ലേ? എന്താണ് ഭയം? നമ്മൾ എന്നുള്ള ഒരു ഒരു സ്റ്റോറിയിൽ കണ്ടല്ലോ, നമ്മളൊരു ഒരു ഈ അടുത്തിടെ നടന്ന ഒരു ക്ഷേത്രത്തിൽ നടന്ന കാര്യം നമ്മൾ കണ്ടല്ലോ, ഒരു കഥ. സാവിത്രി കേശവി ദാസി മാതാജി ക്ലാസ് എടുത്ത സമയത്ത് അവർ പറഞ്ഞതാണ്. ഞാനും പിന്നീട് ആ കഥ പറഞ്ഞിരുന്നു. ഒരു പ്രായം ചെന്ന ഒരു അമ്മ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് വിളിച്ചു. പൂജാരി വേഷം മാറി നിന്ന് വൈകുണ്ഠത്തിലേക്ക് വരുമെന്ന് വിളിച്ചു കഴിഞ്ഞ് അവര് ക്ഷേത്രത്തിൽ പിന്നെ വരവ് നിർത്തി. കാര്യം എന്താണ്? 80 വയസ്സ് കഴിഞ്ഞു, വൈകുണ്ഠത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ വിളിച്ചതായിട്ട് തോന്നി. ഭഗവാൻ തന്നെ ക്ഷേത്രത്തിൽ വേറെ ആരും ഇല്ല, ഇവരും ഭഗവാൻ മാത്രമേ ഉള്ളൂ. മേൽശാന്തി അവിടെ മറഞ്ഞിരുന്ന് ഭഗവാനായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വൈകുണ്ഠത്തിലേക്ക് പോകാണ്ട് ഒരു നാളെ നേരത്തെ വരൂ, ക്ഷേത്രത്തില് ഏകാദശിയാണ്, ക്ഷേത്രം അടച്ചു കഴിയുമ്പോൾ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം. പിന്നീട് അവർ ഒരിക്കലും വന്നിട്ടില്ല. അപ്പം പൂജാരിക്ക് ആകെ വിഷമായി പോയി. ഞാൻ ഒരു ഭക്ത അമ്പലത്തിൽ ഏതാ ദിവസം വന്നുകൊണ്ടിരുന്ന ഒരു ഭക്തയുടെ വരവ് ഞാൻ നിർത്തിയല്ലോ എന്നോർത്ത് വിഷമായി. എന്ത് സംഭവിച്ചു? ഇനി അത് അവരെങ്ങനെ തട്ടിപ്പോയോ എന്ന് വെച്ചിട്ട് പൂക്കാരിയെ അവിടെ വീട്ടിൽ അന്വേഷിച്ച് പറഞ്ഞു, എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേനും അവർക്ക് മരണമൊന്നും സംഭവിച്ചിട്ടില്ല. സ്ത്രീ പറയും, ഞാൻ ജീവിച്ച് കൊതി ഇറന്നിട്ടില്ല, ഭഗവാൻ എന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഭയം, മരണഭയം ഏറ്റവും വലിയ ജീവിതത്തിലെ ഭയം എന്ന് പറഞ്ഞാൽ മരണഭയമാണ് മാതാജി. മറ്റുള്ള എല്ലാ ഭയങ്ങളെക്കാൾ മിനും ഒരുപാട് തരത്തിലുള്ള ഭയങ്ങളുണ്ടല്ലേ? നമ്മള് കൃഷ്ണാബോധത്തിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എന്ത് വിചാരിക്കും, അതുപോലെ തന്നെ ഇത് ഇത്രയും അല്ല വിഷയമല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതുപോലെ തന്നെ നമ്മൾ സാഹചര്യങ്ങൾ അനുകൂലം അല്ലാത്തത് കൊണ്ട് സമൂഹത്തെ ഭയപ്പെടുക, സമൂഹത്തെ ഭയപ്പെടുക. സമൂഹത്തിലുള്ള ആൾക്കാർ നമ്മളെ ഇപ്പം കൃഷ്ണാബോധം ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വട്ടന്മാരായിട്ടാ കാണുന്നത് അല്ലേ? നമ്മളെ എന്താണ്, ഇവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവരെപ്പോഴും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അല്ലെ? കുറെ പാട്ടും പാടി ഏതോ ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ സത്സംഗം ഉണ്ടെന്നോ അത് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു അല്ലെ? ഇങ്ങനെ പറഞ്ഞ ഒരു കുട്ടി പ്രഭു എന്നോട് എന്റെ ഒരു ബന്ധു പറഞ്ഞതാ, എപ്പോഴും കൃഷ്ണ എന്ന് പോലും പറയുന്നില്ല, കൃഷ്ണ പറഞ്ഞോണ്ടുള്ള എന്തോ നേടാനാണ്. എന്റെ ഒരു ബന്ധു കൂടാ. അപ്പൊ അങ്ങനെ നമ്മള് ജീവിതത്തിൽ ഏറ്റവും വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ട് ഇപ്പൊ നമ്മൾ നാലുകാലം നടക്കുകയാണ്, അല്ല അലകൊഴിഞ്ഞ് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മള് എന്താണ് മദ്യപിച്ച് മതോന്മത്തരായിട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീലമ്പടരായിട്ട് നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടുകയല്ലാത്ത അത്ര മോശമായിട്ടുള്ള രീതിയിലേക്കാണ് ഭഗവാന്റെ ഭക്തരായി നമ്മൾ മാറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും കൂടുതല് പൊതുസമൂഹത്തിലെ പോട്ടെ, നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും മോശപ്പെട്ട വ്യക്തികളായിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത് അല്ലെ? ഈ ഒരു വട്ട് നീ കാണിക്കരുത് ഇനിയെങ്കിലും എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ മക്കളോട് കാണിക്കും അല്ലെ, പറയും. ഇതേപോലെ
വട്ട് കാണിക്കരുത് അല്ലെ. ഒരാൾക്കോ പറ്റിയത് പറ്റി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വൈഷ്ണവരുണ്ടെങ്കിൽ അത്രയും പേർ കൂടെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയാണ്. ഒരൊറ്റ വൈഷ്ണവം മതി ഒരു കുടുംബത്തെ മുഴുവനും രക്ഷപ്പെടാനായിട്ട്, അല്ലെ ഒരൊറ്റ വൈഷ്ണവന്റെ ജനനം മതി. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് അങ്ങനെ ആ ഒരാളെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാവുന്നോ അതെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട തന്നെയാണ്, ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയം, അങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും ഇങ്ങനെ നേരിടുന്ന പ്രതിസന്ധിയിലും കൈവെടിയാതെ കൃഷ്ണാവ് നമുക്കിപ്പോ മനസ്സിലായില്ല അത് എത്ര പേരുണ്ട് ഇവിടെ. അതിനിടെ പ്രഭു മാതാപ്രഭു അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ മാലിനി മാതാജി ഉണ്ടല്ലോ, പ്രഭുവിന് അറിയാം. അവിടെ അന്ന് വന്നില്ലയോ മാലിനി മാതാജി ബാംഗ്ലൂരാ ഇപ്പം. അപ്പം മോളും മോനും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു, ഒരു നല്ല കല്യാണാലോചന വന്നു, അവർക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരോ പറയുവോ എടുക്കുകയോ എന്തോ ചെയ്തു, അവരെല്ലാം ഇസ്കോണിലെയാണെന്ന്. അപ്പം ഈ ചെറുക്കൻ്റെ ആൾക്കാർ പറയുക, ഇസ്കോണിലെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യം, ഈ ചെറുപ്പത്തിലെ ജീവിതം നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ലെന്ന്. മീനോ ആഹാരങ്ങളോ നല്ല വേണ്ട സാധനം ഒന്നും കഴിക്കാനും വേണ്ട പോലെ ഒന്നും ജീവിക്കാനും പറ്റത്തില്ല, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇസ്കോണിലാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ആ പെണ്ണിന് 10-26 വയസ്സായി, എഞ്ചിനീയറുവാ. പക്ഷെ എന്താ ചെയ്യാൻ, ഒരു തടിയുള്ള കുട്ടി. അവർക്ക് ഇഷ്ടപ്പെട്ടു, ചെറുക്കനും തടിയാ, പക്ഷെ അവരുടനെ വേണ്ടാന്ന് വെച്ചു. ഇസ്കോൺ അതാണ് ആണെങ്കിൽ മതയുടെ വേണ്ട. അവസ്ഥ. അപ്പൊ ഈ പ്രതിസന്ധികളിലും നമ്മൾ ഭഗവാനെ കൈവെടിയാതെ നമ്മള് എല്ലാ സുഖ സൗകര്യങ്ങളിലും, നമുക്കൊരു ബംഗ്ലാവ് കിട്ടി, കാർ ഉണ്ടായാൽ നമ്മൾ ചെയ്യാം, BMW ഉണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണാബോധം ചെയ്യാം. നമുക്ക് ഭയങ്കര വലിയൊരു ആൾട്ടർ പണിയാണെങ്കിൽ സ്വർണ്ണത്താലത്തില് അല്ലെങ്കിൽ വെള്ളിത്താലത്തിൽ ഭഗവാൻ ഓഫർ ചെയ്യാം, ചപ്പൻ ഭോഗ് എല്ലാ ദിവസവും ഓഫർ ചെയ്യാം. ഈ സൗകര്യമാകാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് നമ്മൾ കൃഷ്ണാവബോധം ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് 80 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണാവബോധം ചെയ്യാം, ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇത് ആ 80 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്താ ഗ്യാരണ്ടി ഉള്ളത്? അപ്പൊ നമ്മളെ ആ സാഹചര്യത്തിൽ നോക്കിയിരിക്കാതെ പ്രതിസന്ധികളിലും, ചുറ്റോടിറ്റും പ്രതിസന്ധിയാ, വീട്ടിൽ ആരും സപ്പോർട്ടില്ല, അങ്ങനെ ഉള്ള സമയത്തും നമ്മൾ കൈവിടാതെ കൃഷ്ണ അവബോധമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭക്തന്മാരെ ഭഗവാന് വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ, ഭഗവാനെ പറ്റി മനസ്സിലാക്കി, ഭഗവാന്റെ ആ ലീലയുടെ അതീന്ദ്രിയത്വം മനസ്സിലാക്കി. ഇപ്പോഴാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെ. ഭഗവാന്റെ ലീലയുടെ അതീന്ദ്രിയത്വം മനസ്സിലാക്കി, എന്റെ ജ്ഞാനത്താൽ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ട് അവർ ശുദ്ധീകൃതരാകും. ഭഗവാന്റെ ലീല കേട്ട് കഴിഞ്ഞാൽ നമ്മള് എല്ലാ പാപങ്ങളും അങ്ങ് നശിക്കുകയാണല്ലേ. അവര് അതിൽ ശുദ്ധീകൃതരാകുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങള് ഈ ദിവ്യമായ ലീല കേട്ട് കഴിഞ്ഞാൽ അതേപടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അവരെന്നെ ദിവ്യ പ്രേമബദ്ധരായിട്ട് അവരെന്നെ പ്രേമത്താൽ ബന്ധിതരാക്കിയിരിക്കുകയാണ് അവരല്ലേ. അവരെന്നെ പ്രേമത്താൽ ബന്ധിതരാക്കുന്നു, ബന്ധനസ്ഥനാക്കുന്നു, ഭഗവാനെ വിവശനാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. കാര്യം ഈ പ്രതിസന്ധികളുടെ ഇടയ്ക്ക്, അപ്പം ഞാൻ അഭയമാതാജി ചോദിച്ചു കാണും, ഞാൻ എങ്ങനെ കൃഷ്ണാവബോധം മുന്നോട്ട് പോകും, ഭയങ്കര പ്രതിസന്ധിയാണ്. പ്രതിസന്ധികളുടെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യവും, അതായത് എല്ലാ സൗകര്യങ്ങളും, ഒരു ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരാള് ഈ പറഞ്ഞ സ്വർണ്ണപാത്രത്തിൽ ഭഗവാന് ചപ്പൻ ഭോഗ് കൊടുത്തു, മാതാജിക്ക് യാതൊരു സൗകര്യവും ഇല്ല, പ്രസാദം ഓഫർ ചെയ്യാനായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരു സാഹചര്യം, മാതാജി കൈ ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ പഴം ഭഗവാന് കയ്യിൽ നിവേദിച്ച് കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ അത് സ്വീകരിക്കും. ആ സ്വർണ്ണപാത്രത്തിലെ അല്ല സ്വീകരിക്കുന്നത്. കാര്യം നമ്മളുടെ ഭാവമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മൾ ഭഗവാനെ വിട്ടുപിരിയാതെ നമ്മൾ അതിൽ കൈപിടിച്ച്, നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ കൃഷ്ണന്റെ പാതാര ബിന്ദങ്ങള് കൈവിടിയില്ല എന്നുള്ള ഒരു ഉറച്ച ഭാവത്തോട് പോവുകയാണെങ്കിൽ നമ്മള് ഭഗവാനെ കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് കാണും. അപ്പം ഭഗവാന്റെ ആളായി മാറും നമ്മള്. നമ്മുടെ ആളാകുമ്പോൾ നമ്മുടെ അഹങ്കാരമായി പറയില്ല, എന്റെ കൃഷ്ണൻ എന്ന് പറയുമ്പോ അല്ലെ, നമ്മൾ ഭഗവാന്റെ നമ്മളായി മാറണം നമ്മൾ ഓരോരുത്തരും അല്ലെ. അപ്പം നമ്മള് ഗുരുവായൂരൊക്കെ ചെന്ന് നമ്മളിങ്ങനെ ഒരു നോട്ടത്തെ ദർശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നു അല്ലെ. അപ്പം നമ്മളെ ഭഗവാൻ കാണുമോ അതോ ഭഗവാൻ നമ്മളെ കാണണോ?
അത്രയും പേരില് ലക്ഷക്കണക്കിന് ആൾക്കാർ ക്യൂ നിൽക്കുന്നതില് നമ്മളെ ഭഗവാൻ കാണണമെങ്കിൽ എന്താണ് നമുക്കൊരു കുറച്ച് എന്തൊക്കെയാണ് കുറച്ചൊക്കെ പ്യൂരിറ്റി ആവാം അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നൈർമല്യമാണല്ലേ? നമുക്ക് വേറൊരു ഇതുമില്ല. അത്രയും സമയം ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചിട്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ അതൊന്നും അറിയില്ല. ഈവൻ കണ്ടില്ലേലും കുഴപ്പമില്ല, ഭഗവാൻ എന്നെ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് നമ്മൾ ആ 6-7 മണിക്കൂർ ക്യൂ നിന്നെന്നോ ഒന്നും അറിയാതെ ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള ദിവ്യ പ്രേമബദ്ധരായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് വന്ന് നിങ്ങൾ പ്രസാദം കഴിക്കുന്നു എന്ന് ചിലപ്പം ഒരാൾ വന്ന് ചോദിക്കും. ഭഗവാൻ വിട്ട ആളായിരിക്കും. ഇതാ നമ്മൾ അത്രയും നേരം ക്യൂ നിന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരാളെ കഷ്ടിച്ച് കയറ്റി വിടത്തുള്ളൂ. ഇപ്പൊ ഞാൻ പ്രഭുവിന്റെ കൂടെ ഓടി കയറിയില്ലേ ഈ വിളക്ക്, ഒരാളെ കയറ്റി വിടത്തു. അത് നമ്മൾ ഭഗവാനെ പറ്റിച്ചല്ലേ. പിടിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു, എന്നെ പിടിച്ച് മാറ്റുമോ അതെ അതെ, കൂടെ അങ്ങ് കയറി ഭഗവാൻ നിന്ന്. അറിയാം. ഭഗവാൻ അറിയാം മാതാജിക്ക് വീണ്ടും കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ ആ അവിടുത്തെ നിയമങ്ങളും റൂൾസും ഒക്കെ ഓക്കെ. അവര് കണ്ടില്ലെന്നുള്ളതാ, അവര് ശ്രദ്ധിച്ചില്ല. ഞാൻ കയറി അങ്ങ് മറ്റു പലരെയും പറഞ്ഞു വിട്ടപ്പോ സന്തോഷം. എനിക്കൊരു ആശങ്കയുണ്ടായി. മാതാജി ഇനി ഞാൻ എന്നിട്ട് വിചാരിച്ചു ഞാൻ തൊഴുതില്ലേലും മാതാജി ഒന്നുകൂടെ കയറ്റി വിട്ടാലോ എന്ന് ആലോചിച്ചു. മാതാജി ഇറക്കി വിടുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതാണ് ആ ഒരു ഒന്നും ഭഗവാന്റെ ഒരു ആ ചോദിച്ചില്ല. അതാണ് ആ ഭഗവാന്റെ ഒരു ആ ഒരു പൊട്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താണ് ആ ക്യൂ നിൽക്കുന്ന സമയത്ത് മുഴുവനും എന്താണ് നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്ന മണിക്കൂറുകളും ഒന്നുമല്ല. ആ സമയത്ത് നമ്മൾ ദിവ്യ പ്രേമബദ്ധരായിട്ട് അവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒന്നുകൂടെ കാണാൻ, അത്രയും സമയം പോയതും ഒന്നേ അറിയില്ല. കണ്ടോണ്ടൊന്നും നമ്മള് ഒന്നുകൂടെ അവിടെ കാണാൻ. ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും. തിക്കും തിരക്കും നമ്മൾ അറിയില്ല. നമ്മൾ ഭഗവാന്റെ അടുക്കൽ ചെല്ലുന്നു. ഭഗവാൻ നമ്മൾക്ക് ഭഗവാനെ കാണാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രസക്തിയില്ല. പക്ഷെ ഭഗവാൻ നമ്മളെ കാണും. അപ്പൊ നമ്മൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേനും ആരെങ്കിലും നിങ്ങൾക്ക് പ്രസാദം കിട്ടിയോ? ഇല്ല, എന്നാ കുറച്ച് പ്രസാദം ഞാൻ തരാം. അല്ലെങ്കിൽ ദേ അവിടെ സദ്യ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ പ്രസാദം ഉണ്ട്, ഇത് കഴിച്ചോ, ഇത് പാൽപ്പായസം ഉണ്ട്, ഇത് കുറച്ച് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത വ്യക്തികൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടേ തരും. അപ്പൊ അതാണ് കൃഷ്ണൻ നമ്മളെ അപ്പൊ ശരിയാത്. കാണും. നമ്മൾ കൃഷ്ണനെ അത് കാണുന്നതല്ല, കൃഷ്ണൻ ശരിയാണ്. നമ്മളെ കാണും. അതെ, ഉം. നമ്മളെ പിന്നെ ഭഗവാനെ ഗുരുവായൂരപ്പ ഒരു മിനിറ്റ് കാണാൻ കഴിയണേന്ന് പ്രാർത്ഥിച്ചിട്ടാ പോവാ. അപ്പൊ എപ്പോഴും ഉള്ള അനുഭവ, നമ്മളെ മുന്നിലുള്ളവരൊക്കെ തട്ടി നിൽക്കാനും നമ്മളെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ അവരൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് വേഗം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി പോവുക. എപ്പോഴും ഉള്ള അനുഭവമാണ്. ഭഗവാനെ ഒന്ന് ഒരു മിനിറ്റ് നേരം നല്ലോണം കാണാൻ കഴിയണേന്ന് പ്രാർത്ഥിച്ചിട്ടാ പോവുക. അപ്പൊ അവിടെ നിന്ന് എല്ലാരും തട്ടി നിൽക്കല്ലോ ചെയ്യ. ഒരു മിനിറ്റ് വേണം എന്തായാലും ഒരു മിനിറ്റ് അവിടെ നിന്ന് കാണാൻ കഴിയും. അതാണ് ഭഗവാന്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാർത്ഥിച്ചാൽ അത് എന്തായാലും ഫലം കിട്ടും. അതെ അതെ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ മനസ്സിൽ നിന്ന് ക്രോധം നമുക്ക് അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്നറിയാം. പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ നമ്മുടെ കാലിലേക്കൊക്കെ ചവിട്ടി നമ്മൾ ഉടനെ ക്രോധം, നമ്മൾ കാലിന് വേദനയൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ നമ്മളും അങ്ങനെ തിരിച്ചും അങ്ങനെ ചവിട്ടാറുള്ളല്ലോ. അവര് നമ്മളോട് തിരിച്ചും ക്രോധം എടുത്തു കഴിഞ്ഞാൽ എന്താകും? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയത്തൊന്നും ഒരു തരത്തിലുള്ള ക്രോധം ഉണ്ടാകരുത്. നമുക്ക് കാമം സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധം ഉണ്ടാകുന്നത്, അല്ലെ? ആഗ്രഹ പൂർത്തീകരണം നടക്കാത്ത സമയത്താണ് ക്രോധം ഉണ്ടാകുന്നത്. അപ്പം ആസക്തി, ഒരു ഭൗതിക വസ്തുക്കളിലോ കൂടുതലുള്ള ആസക്തികള്, ഭയം, അതായത് മരണഭയം അടക്കം പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ആ ഭയത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. മറ്റു പലതരത്തിലുള്ള ഭയമുണ്ട്. മറ്റുള്ളവർ, സമൂഹത്തിലുള്ളവർ എങ്ങനെ കണക്കാക്കും, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല, ഞാനൊരു പാർട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മാത്രം ഒറ്റയ്ക്കായി നിൽക്കുക. ഞാനിപ്പോ എത്ര പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായില്ലേ? ഓരോ സ്ഥലത്തും ഒരു കല്യാണങ്ങൾക്കോ ഒരു ഇതിനൊക്കെ ഞാൻ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പോകാതിരിക്കാൻ ശ്രമിക്കും. പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒറ്റപ്പെടുക, അല്ലെ? മദ്യം കഴിക്കാനായിട്ടും നമ്മളില്ല. അതുപോലെ തന്നെ ഈ നോൺ വെജ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇല്ലാതെ മാറി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ അതൊരു വലിയ ഒരു അവസ്ഥയാണ്, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ഭയക്കുന്നു. അപ്പം പിന്നെ ക്രോധം ഉണ്ടാകുന്നു, അല്ലെ? നമ്മൾ ഈ കാമം സാധിക്കാതെ വരുമ്പോൾ ക്രോധം ഉണ്ടാകുന്നു. വളരെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ദേഷ്യപ്പെടുന്നു മറ്റുള്ളവരോട്, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മളിൽ നിന്ന് മോചിതരായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നരകത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ, അല്ലെ? അതൊക്കെ ഇല്ലാതെ എന്നിൽ ശരണം പൂകിയവർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരാകുന്നു. അപ്പൊ അവർക്ക് എന്നെ പറ്റിയുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ശുദ്ധീകൃതരാകുന്നു. ആ ദിവ്യ ജ്ഞാനം കിട്ടണം. എന്താണ് ദിവ്യജ്ഞാനം?
ഇതിന്റെ അതീന്ദ്രിയ സ്വഭാവം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അല്ലെ? ഭഗവാന്റെ ലീലകളുടെ അതീന്ദ്രിയ സ്വഭാവം. ആ ലീല ഭഗവാൻ എന്തിനാണ് ശരിക്കും ആടിയത്? നമുക്ക് മനസ്സിലായി. ഇന്ദ്രനെ എന്റെ അഹങ്കാരം തീർക്കാനായിട്ട് നമ്മൾ ഭൗതികമായിട്ട് കാണുന്നതല്ല അതിന്റെ അതീന്ദ്രിയ സ്വഭാവം എന്ന് നമ്മൾ കണ്ടു. ഓരോ ലീലയ്ക്കും അതിന്റെ അതീന്ദ്രിയ സ്വഭാവം ഉണ്ടല്ലേ? ഭഗവാന് വെണ്ണ കെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പിന്നെ പ്രഭു കുറച്ച് ലീലകൾ പറഞ്ഞു തരണേ, ആ അതിനകത്ത് ജീവിക്കാമല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, അതെ എല്ലാം അതെ ഒന്നും അറിഞ്ഞൂടാ. ആ ഭഗവാൻ ഒന്ന് വെണ്ണ പറഞ്ഞു കെട്ടതോ? വെണ്ണ വാട്സപ്പിൽ കെട്ടത് ഇട്ട് എന്തിനു തന്നാ മതി. വേണ്ടിയിട്ടായിരുന്നു? ഭഗവാന് കൊതി മൂത്തിട്ട് കട്ടെടുത്താണോ? ഭഗവാൻ ആ വെണ്ണ അല്ല അല്ല കക്കുന്ന അല്ല അല്ല ഓരോരുത്തരുടെ ഹൃദയമാണ് മോഷ്ടിച്ചോണ്ട് പോയത് അല്ലേ? ഇപ്പോഴും ഭഗവാൻ വെണ്ണ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ വെണ്ണ കൊണ്ട് വെച്ചിരിക്കുക. ഉറിയില് വ്രജയിലൊക്കെ പശുവിനെ വളർത്തുന്നവരൊക്കെ ഉറിയിലെ നറുവെണ്ണ എടുത്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഖീറൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. ഭഗവാൻ ആ അതീന്ദ്രിയമായിട്ട് ഭഗവാൻ മോഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ചു വെക്കുന്നവരെ ഇപ്പോഴും ഭഗവാൻ വന്ന് മോഷ്ടിച്ചോണ്ട് പോകുന്നുണ്ട് വെണ്ണ. ഇപ്പോഴും വ്രജയിൽ പോയി ചോദിച്ചു നോക്കിയോ, നമുക്ക് ഹിന്ദിയൊക്കെ അറിയാമെങ്കിൽ വീട്ടുകാരോട് ചോദിച്ചു നോക്കിക്കോ. അവര് പറയും ഭഗവാൻ എല്ലാ ദിവസവും വന്ന് വെണ്ണ മോഷ്ടിച്ചോണ്ട് പോകാറുണ്ട്. നമ്മൾ ഭഗവാൻ മോഷ്ടിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോഷ്ടിക്കും. പക്ഷെ ആ ഭഗവാൻ ആ കൂടെ തന്നെ അവരുടെ ഹൃദയം കൂടി കവർന്നെടുത്തോണ്ടങ്ങ് പോകും അല്ലേ? അവർക്ക് പിന്നെ മറ്റൊന്നിലും എന്താണ് ഒരാസക്തിയും ഇല്ല അല്ലെ? അവരുടെ കൂടെ എന്താണ് എപ്പോഴും ഭഗവാൻ ഏത് സാഹചര്യത്തിൽ ഇവർ എവിടെ പോകുന്നു, ഇവർക്ക് എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു, അതൊക്കെ തന്നെ ഭഗവാനാണ് നോക്കിയിരിക്കുന്നത് അല്ലെ? ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഭഗവാൻ അധികം ഭക്തന്മാരെ സൃഷ്ടിക്കാത്തത് അല്ലെ? കുറച്ചൊക്കെ അകലം പാലിക്കും. നമുക്കറിയാം മറ്റുള്ള ദേവീദേവന്മാരെ പോലെ ഭഗവാൻ നമ്മളോട് അത്ര അടുപ്പം കാണിക്കത്തില്ല. കുറച്ച് മാറി നിൽക്കുന്നു. കാര്യം എന്താണ്? ഭഗവാൻ പിന്നെ നമ്മളുടെ പുറകെ ആയി മാറും അല്ലെ? നമ്മുടെ ഭക്തി അങ്ങ് കൂടി 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 പോയി കഴിഞ്ഞാൽ ഭഗവാന് നമ്മളുടെ എന്താണ് ദാസ്യവൃത്തി ചെയ്യേണ്ടി വരും. നിത്യവൃത്തി. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കുറച്ച് അകൽച്ച പാലിക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പരീക്ഷണമൊക്കെ തന്ന് മായയെ ഇങ്ങോട്ട് വിട്ട് പരീക്ഷ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കണ്ടം വഴി ഓടുമ്പോ ഭഗവാൻ ചിരിക്കും. ഇത്രയേ ഉള്ളൂ ഇവന്റെ ഭക്തി അല്ലേ എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് ചുറ്റുപാടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, നമ്മൾ അത് ഇതുവഴി വിടും. നമുക്ക് അറിയാം തത്വവും ശാസ്ത്രവും ജ്ഞാനം, ഇവിടെ പറഞ്ഞ ജ്ഞാനത്താൽ ശുദ്ധീകൃതരാകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ജ്ഞാനത്താൽ ശുദ്ധീകരായ അവരെന്നെ ദിവ്യ പ്രേമബദ്ധരാക്കി. എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. ദിവ്യ പ്രേമബദ്ധരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചു അല്ലെ? ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് വന്നത്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവാന്റെ ലീലയിൽ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ദിവ്യപ്രേമം ആയിട്ട് ഭഗവാനായിട്ട് ബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് ആരായിരിക്കും? ഭഗവാനായിരിക്കും. നമ്മളല്ല അതൊന്നും നടത്തുന്നത്. എല്ലാം ഭഗവാനായിരിക്കും അതിന്റെ കാര്യകർത്ത, പ്രൊപ്പറേറ്റർ. നമ്മള് പ്രൊപ്പറേറ്റർഷിപ്പ് മാറ്റിയിട്ട് ആ ഓണർഷിപ്പ് ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെല്ലാരും പ്രൊപ്പറേറ്റർ ആണ്. ഞാനാണ് ഇത് ചെയ്തത്, ഞാനാണ് ചെയ്തത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, ഞാൻ 1.5 ക്ലാസ് എടുത്തു, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഞാൻ എന്നുള്ള പ്രൊപ്പറേറ്റർഷിപ്പ് മാറ്റി അതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട്, ഇതെല്ലാം ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപ കൊണ്ട്, ഇതെല്ലാം ഭഗവാനിൽ ആ ക്രെഡിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കിക്കേ, നമ്മൾ എന്താണ് ഇതിനെല്ലാം വ്യത്യാസമാകും. ഞാൻ പറഞ്ഞതും ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് നടന്നതെന്ന് പറയുമ്പോഴും രണ്ടിനുള്ള ആ ഒരു വ്യത്യാസം എങ്ങനെ ആണ്? അത് നമ്മൾ പുറമെ ഞാൻ നിങ്ങളോട് ഒരു പ്രസംഗം അടിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അത്രയും മാത്രം. ഇനി അതിന്റെ അത് ജ്ഞാനാംബിക മാതാജി ഒന്ന് വായിച്ച് ഇതിന്റെ ഭാവാർത്ഥം ഹരേ 2 കൃഷ്ണ. പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നിർത്തുക. നമുക്ക് വേറൊരാളെ കൊണ്ട് ആ വായിക്കാം. വായിച്ചോട്ടെ. ആ, പിന്നെ ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയശ്രീല പ്രഭുവാദ് കി ജയ്. മുമ്പ് പറഞ്ഞ പ്രകാരം ഭൗതികത അത്യധികമായി ബാധിച്ചവർക്ക് സർവോത്കൃഷ്ടമായ കേവല സത്യത്തിന്റെ വ്യക്തിഗത സ്വഭാവം മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദേഹാത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഭൗതികതയിൽ മുഴുകിപ്പോവുക കൊണ്ട് പരമോന്നമായത് എങ്ങനെ ഒരു വ്യക്തിയാകുമെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭൗതികവാദികൾക്ക് അനശ്വരവും ജ്ഞാനസമ്പൂർണവും ശാശ്വതാനന്ദപൂർണവുമായ ഒരു ദിവ്യ ശരീരം ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഭൗതിക ഭാവനയിൽ ദേഹം നശ്വരവും
അജ്ഞാനഭരിതവും ദുരിതപൂർണവുമാണ്. ഭഗവാന്റെ രൂപത്തെപ്പറ്റി കേൾക്കുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ശരീരത്തെക്കുറിച്ച് ഇതേ ധാരണയാണ് ഉണ്ടാവുന്നത്. ഭൗതികവാദികളായ അത്തരക്കാരുടെ ദൃഷ്ടിയിൽ ബൃഹത്തായ ഭൗതിക പ്രപഞ്ചമാണ് പരമോന്നതമായത്. അതുകൊണ്ടവർ പരമസത്യത്തെ നിരാകാരമെന്ന് കരുതുന്നു. അത്രയേറെ ഭൗതികാസക്തരായാൽ ദേഹവിമുക്തിക്ക് ശേഷവും വ്യക്തിത്വം പുലർത്തിപ്പോരുന്ന ആശയം തന്നെ അവർക്ക് ഭയാനകമാണ്. ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയാകുമെന്ന് ഭയം കൊണ്ട് അവ്യക്തിഗത ശൂന്യതയിൽ ലയിക്കുന്നതാണ് അതിലും ഭേദമെന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നു. കടലിൽ ലയിക്കുന്ന കുമിളകളോടാണ് അവർ ജീവാത്മാക്കളെ ഉപമിച്ചിട്ടുള്ളത്. അവ്യക്തിഗത ഭാവന കൊണ്ട് നേടാവുന്ന ആധ്യാത്മിക ജീവിതത്തിന്റെ പരമകാഷ്ഠയാണിത്. ആത്മീയ നിലനിൽപ്പിനെ പറ്റി പൂർണ്ണമായ അറിവ് കൈവന്നിട്ടില്ലാത്ത ഈ ജീവിതഘട്ടം ഭയാനകമാണ്. ഇതിനു പുറമെ ആത്മീയ നിലനിൽപ്പിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്തവരും അനേകമുണ്ട്. പല സിദ്ധാന്തങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും തത്വജ്ഞാനപരമായ ഊഹാഭോഗങ്ങളിലും പെട്ട് കുഴങ്ങി അവർക്ക് മനം മടുത്തു പോകുന്നു. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പ്രപഞ്ചത്തിന് മൃദുലഹേതുവായി ഒന്നുമില്ലെന്നും എല്ലാം ശൂന്യതയിൽ എന്തോ നോക്കട്ടെ പ്രഭു. ദേഷ്യപ്പെട്ട് പ്രപഞ്ചത്തിന്റെ മൂലഹേതുവായി ഒന്നുമില്ലെന്നും എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നു എന്നുമുള്ള ബുദ്ധിശൂന്യമായ നിലപാടിൽ എത്തിച്ചേരുന്നു. രോഗാവിഷ്ടമായ മട്ടിലാണ് അത്തരക്കാരുടെ ജീവിതം. ഭൗതിക ആസക്തി കൂടുതൽ ഉള്ളതിനാൽ ചിലർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാറില്ല. ചിലർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ആഗ്രഹം. ചിലരാകട്ടെ ആത്മീയമായ എല്ലാ ഊഹാഭോഗങ്ങളും വെറുപ്പ് വന്ന് നിരാശ മൂലം ഒന്നിനെയും വിശ്വസിക്കാതെയാവുന്നു. ഈ ഒടുവിൽ പറഞ്ഞ കൂട്ടരാണ് ലഹരി പദാർത്ഥങ്ങളെയും അഭയം പ്രാപിക്കുക. അവരുടെ സ്മൃതി വിഭ്രമങ്ങൾ ചിലപ്പോൾ ദിവ്യ ദർശനങ്ങളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഭൗതിക ആസക്തിയുടെ 3 ഘട്ടങ്ങളെയും മനുഷ്യർ പിന്നിടേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തോടുള്ള ഉപേക്ഷാഭാവം, ആത്മീയമായ ഒരു വ്യക്തിത്വ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, ജീവിത നൈരാശ്യത്തിൽ നിന്നുടലെടുക്കുന്ന ശൂന്യതാവാദം. ഭൗതികമായ ജീവിത സങ്കല്പത്തിന്റെ ഈ 3 ഘട്ടങ്ങളെയും കടന്നു കിട്ടുവാൻ അഭിമതനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുകയും ഒരു ഭക്തന് വേണ്ടുന്ന ജീവിത പ്രമാണങ്ങളും ചര്യാക്രമങ്ങളും അംഗീകരിക്കുകയും വേണം. ഭാവം അല്ലെങ്കിൽ ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. ഹരേ കൃഷ്ണ. അവിടെ ഹരേ കൃഷ്ണ നമ്മളിപ്പോ കണ്ടത് ഇത്രയും പറഞ്ഞു വന്നതില് ഈ അവ്യക്തിഗത ബ്രഹ്മത്തിലും ഈ ഭൗതികവാദികളായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ഈ ശൂന്യതയിൽ വെച്ചിട്ട് അവർക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റും അല്ലെ? ശൂന്യത നമുക്ക് ആ ഭഗവാനെ ഇങ്ങനെ അണിയിച്ചൊരുക്കുക, ഭഗവാന്റെ ലീലകളിൽ ഭഗവാനെ മേക്കപ്പെടുക. നോക്കി എന്റെ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഭഗവാനെ മാതാജിക്ക് തോന്നുന്നില്ലേ? ഒന്ന് ഉമ്മ വെക്കണം എന്ന് തോന്നത്തില്ല. അത്രയ്ക്കൊരു ഭംഗിയാണ് അല്ലെ? ഭഗവാനെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം, ഭഗവാൻ ഇങ്ങനെ ഗോപിക്കുറി ഇടണം, ഭഗവാൻ ഇങ്ങനെ പുരുകിയിടണം, കണ്ണെഴുതണം, ഭഗവാന്റെ ചുണ്ടിൽ ഇങ്ങനെ എന്താണ് ചായം തേക്കണം, ഭഗവാന് ആഭരണങ്ങൾ ഇടണം. എന്തൊരു ഭംഗിയാണ് അല്ലെ നമുക്ക് ചെയ്യാനായിട്ട്. എത്ര ഒരു ഇത് തോന്നുന്നതാണ് അല്ലെ? പ്രത്യേകിച്ച് നമ്മളൊരു ശിശുവിന്റെ ഭാവത്തിൽ വാത്സല്യ രസത്തിലാണ് ഭഗവാനെ കാണുന്നതെങ്കിൽ അല്ലെ? ഈ ഭൗതികവാദികൾക്ക് ശൂന്യതയെ നോക്കി എന്ത് കാണാനാണ്? ശൂന്യത നോക്കി അവർക്ക് ആഭരണം ഇടാൻ പറ്റുമോ? രൂപമില്ലാത്ത ഇതിൽ നോക്കി. അപ്പൊ അങ്ങനെ ഉള്ള എത്രയോ കൂട്ടര് വേറെ ബ്രഹ്മത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതിന്റെ സമ്മറി എന്താണ്? ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. പ്രേമം എന്നൊരു ലെവല്, ഭക്തിയെക്കാളും ഉയർന്നാണ് പ്രേമം അല്ലെ? ഭക്തിയേക്കാളും ഉയർന്ന PhD ലെവലാണ് ഭക്തി. ഇപ്പൊ നമ്മള് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണെങ്കിൽ PhD ലെവലാണ് പ്രേമം. ആ പ്രേമത്തിന്റെ ഘട്ടത്തിലെത്തി നമ്മൾ ഭഗവാന്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഭക്തിയായി. അതിലും മുകളിലേക്ക് പ്രേമത്തിന്റെ ലെവലിൽ ആരുടെ സ്റ്റേജിലേക്ക് എത്തണം? ആരുടെ സ്റ്റേജിലേക്ക് എത്തണം? രാധാറാണിയാണ് പ്രേമത്തിന്റെ സ്റ്റേജിലുള്ള ആള്. അതിനുശേഷം ആ രാധാറാണിയുടെ അതേ സ്റ്റേജിലുള്ള ഒരാളാണ് ആരാണ്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ആ ഒരു പ്രേമത്തിന്റെ ലെവലിലാണ് അല്ലെ? ആ രാധാരൂപത്തിൽ വന്ന രാധയുടെ ഹൃദയവുമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത് അല്ലെ? ശരീരവും ഹൃദയവുമായിട്ട്, രാധയുടെ നിറവുമായിട്ട് അല്ലെ? ഭാവവുമായിട്ട്
എത്തിയിരിക്കുകയാണ് അല്ലെ. കൃഷ്ണൻ തന്നെ രാധയുടെ രൂപത്തിൽ വന്നു. കാര്യം കൃഷ്ണന് ഈ ഒരു പ്രേമം എന്ന് പറയുന്ന ലെവൽ എങ്ങനെ ഒരു ഭക്തൻ ആ ഒരു പ്രേമം അനുഭവിക്കുന്നു എന്ന് അറിയാനായിട്ട് തോന്നി ആ ഒരു ഭക്തന്റെ രൂപത്തിൽ രാധാറാണിയുടെ സ്വരൂപത്തിൽ എത്തിച്ചേർന്നപ്പോൾ ചൈതന്യ മഹാപ്രഭുവായി മാറി. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭക്തിയുടെയും ഒക്കെ ഭക്തി പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞ ലെവൽ ഉണ്ടാകും. അത് ഭൗതികമാണ് അല്ലെ. സ്നേഹം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലെ. സന്തോഷവും ആനന്ദവും പോലെ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭൗതികമാണ്, അതുപോലെ സ്നേഹവും ഭൗതികമാണ് അല്ലെ. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ് അല്ലെ. നമുക്കിപ്പോൾ ഒരു പക്ഷെ ഒരു പ്രത്യേക ഒരു കാര്യം സാധ്യത്തിന് വേണ്ടി ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം സ്നേഹം ഉണ്ടാകും അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകും. ആ കാര്യം പിന്നീട് നമുക്ക് വേറൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഈ സ്നേഹവും ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇതിന് മുകളിലുള്ള ഒരു സംഭവമാണ് ഭക്തി. സ്നേഹത്തിനേക്കാളും ഒരു കുറച്ചുകൂടെ മുകളിലുള്ള ഒരു ലെവലാണ് ഭക്തി. അപ്പൊ സ്നേഹം ഗ്രാജുവേഷൻ ലെവൽ ആണെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവല്. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ ഭക്തിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏകദേശം ഭഗവാനുമായിട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അല്ലെ. അതിലും മുകളിലുള്ള PhD ലെവൽ, ഡോക്ടറേറ്റ് ലെവലാണ് എന്നാണ് പ്രേമം. ആ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചു മാതാജി ഈ പറയുന്ന ശ്രീമദ് ഭാഗവത്തിലെ 18,000 ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാലും, അതുപോലെ തന്നെ എല്ലാ വേദങ്ങളും ഉപനിഷത്തുക്കളും അതുപോലെ സർവ പുരാണങ്ങളും ഇതിഹാസങ്ങളും കാണാതെ ബൈഹർട്ടാക്കി ലെക്ചർ എടുത്തു കഴിഞ്ഞാലും ആ ഒരു പറയുന്ന സാധനം നമുക്ക് കിട്ടില്ല. ജ്ഞാനം ഉണ്ടാകാം, നമുക്ക് ഭക്തി ഉണ്ടാകാം. ജ്ഞാനവും ഭക്തിയും ഒക്കെ തന്നെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടിയെങ്കിലും പ്രേമം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടില്ല. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകീഴായിട്ട് തപസ് ചെയ്തിരിക്കുന്ന യോഗികൾക്കൊന്നും ഒരിക്കലും കിട്ടുകയില്ലാത്ത ഒരു സാധനമാണ് പ്രേമം എന്ന് പറയുന്നത്. അത് ദിവ്യ പ്രേമമാണ്. അത് രാധാ ലെവലിലേക്ക് എത്തുക. രാധാ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പോലും ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാൻ മദന മോഹനാണെങ്കിൽ രാധാറാണി മദന മോഹന മോഹിനിയാണ് അല്ലെ. ഭഗവാൻ സുപ്രീം കൺട്രോളർ ആണെങ്കിൽ രാധാറാണിയോ കൺട്രോളർ ഓഫ് ദ സുപ്രീം കൺട്രോളർ. സുപ്രീം കൺട്രോളറിനെ നിയന്ത്രിക്കുന്ന ആള് രാധാറാണി, കൺട്രോളർ ഓഫ് ദ സുപ്രീം കൺട്രോളർ. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഭഗവാനെ നിയന്ത്രിക്കുന്ന ആളാണ് രാധാറാണി. ആ രാധാറാണി ലെവലിലേക്ക് എത്തുക. ശ്രീലപ്രഭാതരോട് ഒരു പത്രപ്രവർത്തകർ ചോദിച്ചപ്പോ എന്താണ് ശ്രീലപ്രഭാതൻ ഹൂ ഈസ് രാധ എന്നൊക്കെ ചോദിച്ചു, വളരെ ഇതിൽ കാഷ്വൽ ആയിട്ട്. ഹൂ ആർ യു ടു ആസ്ക് അബൌട്ട് രാധാറാണി? ആർ യു ക്വാളിഫൈഡ് ടു ആസ്ക് അബൌട്ട് രാധാറാണി? രാധാറാണിയെ പറ്റി ചോദിക്കാൻ നിനക്ക് എന്താണ് യോഗ്യതയുള്ളത്? ഈവൻ ഐ ആം നോട്ട് ഈവൻ ക്വാളിഫൈഡ് ടു ടെൽ അബൌട്ട് യു അബൌട്ട് രാധാറാണി. ഞാൻ എന്താണ് ഒട്ടും രാധാറാണിയെ പറ്റി പറയാനായിട്ട് എനിക്ക് ഒട്ടും യോഗ്യതയില്ല. അപ്പൊ നിനക്ക് എന്ത് യോഗ്യതയാണ് എന്നോടത് ചോദിക്കാനായിട്ട്? അപ്പം രാധാസങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്രജത്തിലെ മാത്രം ഒരു അനുഭൂതിയാണ്. ആ ഒരു അനുഭൂതി ഈ പ്രേമത്തിന്റെ ആ ഒരു ടോപ്പ് ലെവലാണിത്. അതിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡോക്ടറേറ്റ് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടത്തില്ലാത്ത ഒരു സംഭവമാണ് ഈ പറയുന്ന ഡോക്ടറേറ്റ് ലെവൽ, പ്രേമത്തിന്റെ ലെവല്. ആ ലെവലിലേക്ക് ഭക്തിരസാമൃത സിന്ധുവൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തുള്ളി ഡ്രോപ്പ് ഒക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഭക്തിരസാമൃത സിന്ധുവൊക്കെ പഠിക്കുന്നില്ലേ മാതാജി? അപ്പം അതൊക്കെ അപ്പൊ അതൊക്കെ പഠിച്ച് ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി അവിടെ നിന്നെങ്ങാനും തെറിച്ച് നമുക്ക് കിട്ടിയാലായി. രൂപഗോസ്വാമി ഒക്കെ പ്രേമത്തിന്റെ ലെവലിൽ ഇരുന്നാണ് അത് എഴുതിയത്. രൂപഗോസ്വാമി അത് എഴുതിയത് പ്രേമത്തിന്റെ ലെവലിൽ ഇരുന്നാണ് എഴുതിയത്. സ്വയം രാധാറാണി വന്ന് അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒക്കെ വന്ന് ഇവർക്ക് പായസമൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് രാധാറാണി സ്വയം വന്ന്. ഒരു ബാലികയുടെ വേഷമൊക്കെ മാറി. ആ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഇനി അടുത്ത പാരഗ്രാഫ് മല്ലിക മാതാജി. ഭക്തിയുടെ സേവനത്തിന്റെ ശാസ്ത്രമായ ഭക്തിരസാമൃത സിന്ധു 4:15-16 പറഞ്ഞതനുസരിച്ച് ആദൗ ശ്രദ്ധ സാധു സന്തോഷ ഭജനക്രിയ തദോനർത്ഥ നിവൃത്തി സ്യാത് തദോ നിഷ്ഠാദിഷ്ട അതാസക്തിസ്തോ ഭാവ തദ പ്രേമാഭിജഞ്ചതി സാധകാനാമയം പ്രേംണ പ്രാദുർഭാവി ഭവേത്പ്രമ. തുടക്കത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായ ആഗ്രഹം വേണം.
അത് ആത്മീയോത്കർഷം നേടിയവരുമായിട്ടുള്ള സമ്പർക്കത്തിന് ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അടുത്ത ഘട്ടത്തിൽ ശ്രേഷ്ഠനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സാധകൻ ഭക്തിപരമായ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സേവന കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആസക്തി ആകമാനം നീങ്ങി ആ ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥിരമതിയാകുന്നു. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ കഥാശ്രവണത്തിൽ ഔത്സുക്യം ജനിക്കുകയും ചെയ്യുന്നു. ഈ ഔത്സുക്യം ഒരാളെ കൃഷ്ണാവബോധത്തോടുള്ള മമതാബന്ധത്തിൽ എത്തിക്കുകയും അതിന്റെ ഭാവം എന്ന പരിപക്വമായ അവസ്ഥയിൽ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള അതിരിക്ത സ്നേഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഭഗവാനോട് തോന്നുന്ന ഈ യഥാർത്ഥ സ്നേഹത്തെ പ്രേമം അഥവാ മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർണാവസ്ഥ എന്ന് പറയുന്നു. ഈ പ്രേമാവസ്ഥയിൽ ജീവാത്മാക്കൾ നിരന്തരം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസനായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ക്രമേണ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതികാസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യതാവാദത്തിൽ നിന്നും ഉളവായ ഇച്ഛാഭംഗങ്ങളിൽ നിന്നും മുക്തനായി പരമമായ പദം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് സർവേശ്വരന്റെ ധാമത്തിൽ നിഷ്പ്രയാസം ചെന്നെത്താം. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. അപ്പം നമ്മള് ഈ പ്രേമാവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗോലോക വൃന്ദാവന ധാമത്തിൽ എത്താം. വൈകുണ്ഠധാമങ്ങളിൽ പോലും പോകേണ്ട അവസ്ഥയില്ല. വൈകുണ്ഠധാമങ്ങളിലൊക്കെ നമുക്ക് ഭക്തിയുടെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്താനായിട്ട് പറ്റും. പക്ഷെ പ്രേമം എന്നുള്ള ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ആ PhD നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് ഉള്ള വാതിലുകൾ തുറക്കുകയുള്ളൂ. ആ ഗോലോക വൃന്ദാവനത്തിലേക്കുള്ള വാതിൽ തുറക്കാനായിട്ടുള്ള പാസ്വേഡ് എന്താണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഗോലോക വൃന്ദാവനത്തിന്റെ രാധേ രാധേ രാധേ. അപ്പം ആ രാധേ രാധേ എന്ന് നമുക്ക് പ്രേമത്തോടെ, നമ്മൾ ഈ വെറുതെ പറഞ്ഞ പോലെ അല്ല, പ്രേമത്തോടെ രാധേ എന്ന് വിളിച്ചിട്ട് പ്രഭു ഒന്നും പറയുന്നില്ല. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയപ്പം ഇത് അണച്ചു വെച്ചിരിക്കോ, ശബ്ദം ഇല്ലാതെ വെച്ചിരിക്കുക. അതെ അല്ലേ? ആ, പ്രഭു മ്യൂട്ട് ചെയ്തു. അപ്പം ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ദിവ്യ പ്രേമബദ്ധരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നമ്മുടെ വീതം, രാഗം, ഭയം, ക്രോധം ഒക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാനുമായിട്ട് ദിവ്യ പ്രേമബദ്ധരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുവാണ് ഇവിടെ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെ ഒരു പോയിന്റ് പറയാം, നിർത്താം. മാതാജി ചോദിച്ച ഏതെങ്കിലും അടുത്ത 2 ലീലകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. സമയം പോയി, എനിക്ക് അടുത്ത ക്ലാസ്സിൽ പോകേണ്ടതാണ്. സവിത മാതാജിക്ക് ഇപ്പോഴേ പോയിരിക്കുന്നു. ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോൾ താമസിക്കും. മാതാജി മ്യൂട്ടിലാണ്. പ്രഭു അറിയാവുന്ന ലീലകളൊക്കെ പറഞ്ഞുതരാം. ഞാൻ വെക്കുമ്പോഴൊക്കെ എല്ലാ ലീലകളിലും കയറിക്കോളാം. വെക്കുമ്പോഴല്ല എപ്പോഴും. എനിക്ക് അറിയത്തില്ല, 3-4 അറിയുള്ളൂ. അത് ഈ പ്രഭു പറഞ്ഞ പോലെ ആയിപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. മറ്റേ ഗോവർത്തനം ഭഗവാൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു, അതിനകത്ത് നമ്മളെന്താ എന്നറിയത്തില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ആ ലീലയിൽ പങ്കെടുക്കുക, നമ്മൾ ഭാവനയിൽ ആ ലീലയിൽ പങ്കെടുക്കുക, ഭാവനയിൽ. അതിപ്പോഴാണ് മനസ്സിലായത്. ഞാനിപ്പോ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉള്ളൂ. മാതാജിക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോറി ഉണ്ടാക്കാം, ആ ഭാവന ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങനെ വലിച്ചു നീട്ടാം, അല്ലേ? ഭഗവാനുമായിട്ട് നടന്നു പോകണമെന്നും എല്ലാം ചെയ്യാം. അങ്ങനെ ആ ഒരു ഭാവനാമൃഗ എത്ര നീട്ടാൻ പറ്റുന്നോ അത്രയും നീട്ടാം, വലിച്ചു നീട്ടാം. മാതാജി തന്നെ ഭാവന ചെയ്തു. മാതാജി തന്നെ അത് എത്ര നീട്ടാൻ പറ്റുമെങ്കിൽ അത്രയും നീട്ടാം. നമുക്ക് എത്ര നേരം അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് മായ എന്ന് പറഞ്ഞു നടന്നാ മതി. അതെ, മനസ്സുകൊണ്ട് വൃന്ദാവനത്തിൽ അങ്ങ് നടന്നാ മതി. മായ നമ്മളെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ വന്ന് ഇങ്ങനെ പുഷ് ചെയ്യും. പ്രഭു 2010 പോയതാ വൃന്ദാവനത്തിൽ. എനിക്കിപ്പോ ഒന്ന് പോണോന്ന് വെച്ചിട്ട് പറ്റുന്നില്ല. 2010 പോയതാ, 15-16 കൊല്ലം മുമ്പ് പോയതാ. മറന്നുപോയി എല്ലാം. ഒറ്റ ആൻസർ ഉള്ളൂ, രാധേ രാധേ. രാധാറാണി ചന്ദനം പോലെ മാറിലണി.
അങ്ങ് പാടിക്കണ്ട, അങ്ങ് നടന്നാ മതി വൃന്ദാവനത്തിലെല്ലാം ഇങ്ങനെ കൂടെ ഭഗവാനോടൊപ്പം. അല്ല നമ്മള് മാതാജി ഒരേ ഒരു നാമം കാര്യം ചെല്ലുമ്പോ വേറൊന്നും ആലോചിക്കണ്ട, ഭഗവാന്റെ ലീല എന്നെ അങ്ങനെ ആലോചിച്ചാൽ ആ. മതി. പോരാ. അതെ. അതാണ്. എന്നാ പിന്നെ ലീലകൾ നമ്മളെ മനസ്സ് അങ്ങനെ പതറി പോകൂല. ശരിക്കും എല്ലാം ഭഗവാന്റെ നാമജപം രൂപ ആ ഭഗവാനുണ്ട്. വിഗ്രഹം മുന്നിൽ വെച്ചിട്ട് നമ്മളെ ആ എല്ലാം നാമം നാമ ഭഗവാൻ ചെല്ലുന്ന ഇങ്ങനെ സമയത്ത് ചെല്ലുമ്പോ നമ്മളെ എന്താണ് നിദ്രാദേവി ഭയങ്കരമായിട്ട് കടാക്ഷിക്കും, അതുപോലെ മായ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഈ ഭഗവാന്റെ ലീലയിൽ കൂടെ നമ്മള് മാതാജി തന്നെ അങ്ങ് കഥ ഉണ്ടാക്കുക. മാതാജിക്ക് അതിൽ പ്രത്യേക ഭഗവാന്റെ ലീല, ഭഗവാൻ അവിടെ നിൽക്കുന്നു, അതിൽ നമ്മൾ ഭഗവാനോട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്റ്റോറി മാതാജിയുടെ മനസ്സിൽ തോന്നുന്ന അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. അവിടെ പുതിയ പുതിയ സംഭവ വികാസങ്ങളും കഥകളൊക്കെ മാതാജി തന്നെ അങ്ങ് കഥ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ ആ കഥയിൽ ജീവിക്കണം. ഇങ്ങനെ ആ ഡയറക്ഷനൊക്കെ ഭഗവാൻ സ്ക്രിപ്റ്റ് ഉണ്ടാകണം. മാതാജി ഇങ്ങനെ കഥയിൽ സ്ക്രിപ്റ്റ് നമ്മോടൊപ്പം ഭഗവാൻ എഴുതി ഇങ്ങനെ ഉണ്ടാവണം, നമ്മളും ഉണ്ടാവണം. നമ്മൾ ഭഗവാൻ ആ കഥയിൽ ഉണ്ടായിരിക്കണം. ഭഗവാൻ ഇങ്ങനെ ഭഗവാനും ഗോവർദ്ധന ഉയർത്തിക്കൊണ്ടിരിക്കുക. ആ ഒരു ലീലയില് നമുക്കൊക്കെ അവിടെ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു സ്പോട്ടില്. അത്രയും ഗോപികമാര് നിൽക്കുക, നമ്മൾ അതിലെ ഒരു ഗോപികയായിട്ട് സംസാരിക്കുന്നു, ഭഗവാനെ പറ്റി പറയുന്നു. അതെ. നമുക്കിത് താങ്ങാനായിട്ട് പറ്റുമോ? ഇത് ഭഗവാൻ ശരിക്കുമാണോ ഇത് താങ്ങിയിരിക്കുന്നത്? ഇത് വിഷ്ണു വന്നിട്ടാണോ താങ്ങിയെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഇത് വിഷ്ണുവാണ്, ഇത് കൃഷ്ണനല്ല. കാര്യം അവർക്ക് ഈ കൃഷ്ണൻ ദൈവമാണെന്ന് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? അവരുടെ ആ അതെ ഒരു ഇത് അതെ പോകും. അവരുടെ ആ ഒരു എന്താ പറഞ്ഞ ആ സമ്മേളനം ഭഗവാനായിട്ടുള്ള നഷ്ടപ്പെടും കൃഷ്ണൻ ദൈവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇടയ്ക്കൊക്കെ അവർക്ക് യോഗമായി വന്നിട്ട് അവരെ ഇത് വിഷ്ണു ആ താങ്ങുന്നത്. തീർച്ചയായിട്ടും ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ പറ്റും? 7 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഗോവർദ്ധന ഇത്രയും ദിവസം. അപ്പൊ ആ രീതിയിലുള്ള ചർച്ചകളിലൊക്കെ മാതാജി പങ്കെടുക്കുക, ചർച്ചകളിലൊക്കെ. എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ഈ ഗോവർദ്ധനം പൊക്കാനായിട്ട് സാധിക്കുമെന്ന് മാതാജിക്ക് എത്തുന്നില്ല. ഞാൻ എത്തി നോക്കുന്നു. എന്നിട്ട് അപ്പോഴത്തേക്കും മാതാജി അവിടെ കിടന്ന് ഒരു വടി കാലിക്കോലെടുത്ത് മാതാജി അതെ അതെ ശരിയാണ്. അപ്പം കൃഷ്ണന് പൊക്കാൻ, അപ്പൊ എനിക്കും അത് തീർച്ചയായിട്ടും പറ്റും. അപ്പൊ ഞാനോട് കൂടി ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ മറ്റൊരു ഗോപിയെ പറയുന്നു, അല്ലേ വെറുതെയാണ് നീ പറയുന്നത്, നിന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, ഞാൻ തെളിയിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ മാതാജി ഇങ്ങനെ ഡയലോഗ് സ്ക്രിപ്റ്റും ഇങ്ങനെ ഡ്രാമയ്ക്ക് എഴുതുന്ന പോലെ എഴുതി എഴുതി അങ്ങ് വലിച്ച് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുക. അങ്ങനെയാണ് ലീലയെ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഇത് ലീലയിൽ പറയട്ടെ, ജീവിച്ചു പോയിന്റ് കഴിഞ്ഞാൽ അല്ല പോയിന്റ് പറയട്ടെ ഒരു പ്രഭു. മിനിറ്റ്, ഈ ലീലയിൽ ജീവിച്ചു കഴിഞ്ഞാൽ മാതാജിയുടെ ഡെയിലിയിലുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ചില ദൂഷ്യവശങ്ങൾ ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും, എനിക്കും ഉണ്ട് പല പല ചില മോശ സ്വഭാവങ്ങൾ. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ നോക്കിയാലും നമ്മൾ നഷ്ടപ്പെടാതെ നമ്മുടെ ബന്ധുവായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഒന്നെങ്കിൽ ക്രോധമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നതായിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മളിൽ ഇങ്ങനെ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ പിതൃക്കളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ള പരമ്പരകളായിട്ട് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. നമ്മൾ തറവാട്ടിനെ പറ്റി മഹിമ പറയുന്നു, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെ ഈ ലീലയിൽ ജീവിക്കുവാണെങ്കിൽ ഇത് ഓരോന്നോരോന്ന് എടുത്ത് ഭഗവാൻ നുള്ളി എടുത്ത് കളഞ്ഞു തരും. നോക്കിക്കോ മാതാജി, ഞാൻ പറഞ്ഞില്ല വ്യത്യാസമുണ്ടെന്ന്. നോക്കാം മാതാജിക്ക് നോക്കാം ഇത്രയും നാളായിട്ട് നോക്കാം. മാതാജിക്ക് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ദുശീലം ഉണ്ടെങ്കിൽ ആ ദുശീലം ഭഗവാൻ തീർച്ചയായിട്ടും എടുത്ത് മാറ്റിയിരിക്കും. ലീലയിൽ ജീവിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ ലീലയിൽ കൂടെ അങ്ങ് സഞ്ചരിച്ച് ഒരു ദിവസം ഈ ഒരു സ്വഭാവം ഭഗവാൻ അങ്ങ് വളരെ നിഷ്പ്രയാസം എടുത്ത് മാറ്റിത്തരും. ഹരേ പോയിന്റ് കൃഷ്ണ. പറയട്ടെ പ്രഭു, പറഞ്ഞോ പോയിന്റ് പറയട്ടെ. ഹരേ കൃഷ്ണ. നമ്മള് ഭഗവാന്റെ ലീലകളുടെ അതീന്ദ്രിയ സ്വഭാവം വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഭക്തിയേക്കാൾ ഉയർന്നതാണ് പ്രേമം. ഭക്തി ഭഗവാന്റെ സ്റ്റേജാണ്, പ്രേമം എന്ന് പറഞ്ഞ രാധാറാണിയുടെ സ്റ്റേജാണ്. പിന്നെ സ്നേഹവും സന്തോഷവും ഭൗതികമാണ്, പ്രേമവും ആനന്ദവും ആത്മീയമാണ്. പിന്നെ പ്രേമാവസ്ഥയിൽ എത്തിയാൽ നമ്മൾ ഡയറക്റ്റ് ഗോലോകത്തിൽ എത്തിച്ചേരും. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി മുഴുവൻ സമ്മറി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഒറ്റ പോയിന്റ് ഒരാൾക്ക് ബാക്കി വെച്ചിട്ടില്ല അല്ലയാ മാതാജി? ഹരേ അറിയാം. കൃഷ്ണ. ചില ഭക്തന്മാരുണ്ട്, അവർക്ക് ബ്രഹ്മജ്യോതിയില് ലയിക്കാനാണ് ഇഷ്ടം. കാരണം അവർക്ക് ഭഗവാന് വ്യക്തിയില്ല, വ്യക്തിശൂന്യവാദികളാ അവര്, വ്യക്തി ഒരു രൂപല്ല. അപ്പൊ അവർക്ക് ആഗ്രഹം ഭഗവാനിലെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ. വേറൊരു കൂട്ടർ വിചാരിച്ചാൽ എല്ലാം ചെയ്തു മടുത്തിട്ട് ഒരു ശൂന്യതാബോധം. കാരണം എത്ര ഭഗവാനെ വിളിച്ചിട്ട് എങ്ങനെയായിരിക്കും ഭഗവാൻ കഴിയുന്നില്ല, എന്നോട് മാത്രം എന്താ ഭഗവാനും ഇല്ല ഒന്നുമില്ല എന്നുള്ള ഒരു ശൂന്യതാബോധം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ തിരിയുന്നത്. അപ്പൊ ഇതിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ഒരു ശരിയായ ഒരു ആചാര്യന്റെ ഉപദേശം സ്വീകരിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് തിരിഞ്ഞാല് അവരുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ നീങ്ങി ഭഗവാന്റെ പാതയിലേക്ക് തന്നെ തിരിയും.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. രതിദേവ് മാതാജി. ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. ഹരി ബോൾ. ഒരു ആധ്യാത്മിക വിശ്വസനായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ക്രമേണ ഭക്തിയുത സേവനം അനുഷ്ഠിച്ച ഭൗതിക ആസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യവാദത്തിൽ നിന്നും ഉളവാകുന്ന ഇച്ഛാഭങ്ങളിൽ നിന്നും ഒക്കെ മുക്തനാവാനും അങ്ങനെ പരമമായ പദം സ്വീകരിക്കാനും പ്രാപിക്കാനും കഴിയും. അപ്പോൾ ഒരാൾക്ക് സർവേശ്വരന്റെ ധാമത്തിൽ നിഷ്പ്രയാസം ചെന്നെത്താൻ കഴിയുന്നു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പം ഇനി സമയം ഒരുപാട് കൃഷ്ണ. അതിക്രമിച്ചു പോയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എന്താണ് പറയുന്നത്, കൃഷ്ണപ്രേമം വാരി വിതറട്ടെ. ഭഗവാന്റെ ലീലകളിൽ, അതീന്ദ്രിയ ലീലകളിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഓരോരുത്തർക്കും കൃഷ്ണ ഭാവനാമൃതത്തില് മുങ്ങിത്താന്ന് പൊങ്ങി ഇങ്ങനെ നീരാടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഭഗവാന്റെയും രാധാറാണിയുടെയും ആ ഒരു കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഞ്ചകൽപതരൂപസ്യ കൃപാസന്ധിഭ്യവച്ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്. അനന്തകോടി ആചാര്യവന്തി കി ജയ്. നവാചാര്യ ശ്രീല പ്രഭു ഹരിദാസ് ഠാക്കൂർ കി ജയ്. ഗൗരപ്രമാനന്ദി. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. നാളെ രാവിലെ പോവുക പ്രഭു. പിന്നെ